അതോടൊപ്പം തന്നെ പറയുന്ന അധ്യാപകരും പ്രധാന അധ്യാപകരും ഒക്കെ അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഞാൻ അധ്യാപന മേഖലയിലാണ്. ഇപ്പോൾ തളിപ്പറമ്പിനടുത്തുള്ള കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ ചാർജ് വഹിക്കുന്ന ഹെഡ് മാസ്റ്റർ. കഴിഞ്ഞ കുറച്ച് 1-2 മാസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 2000-3000 കുട്ടികളോട് നേരിട്ട് സ്കൂളുകളിൽ പോയി, എൻ്റെ സുഹൃത്തുക്കളായ അച്ഛന്മാരൊക്കെ വിളിക്കുന്ന സ്കൂളുകളിൽ പോയി ഇത്തരത്തിലുള്ള സെഷൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നെ പോലെ തന്നെ ഇത്തരം സെഷൻ ചെയ്യുന്ന ജിതിൻ കെ ശ്യാമിനെ പോലെയുള്ള സഹോദരന്മാരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആൾക്കാർ, കേരളത്തിലെ മോട്ടിവേഷൻ രംഗത്തുള്ള ഒരുപാട് ആൾക്കാർ ഈ സമയം പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി പരീക്ഷാ സമ്മർദ്ദങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാറ്. അങ്ങനെ ഒരു പ്രോഗ്രാം തന്നെയാണിത്. അതുകൊണ്ട് വളരെ ശാന്തമായി കേൾക്കുക. നമുക്കൊരു ഇന്ററാക്ഷൻ സെഷൻ കൂടി ഇതിലുണ്ട്. ഞാനൊരു ചരിത്ര സംഭവം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് വരും. മനുഷ്യൻ ആദ്യമായി എന്ത് നേടുമ്പോഴും അത് ചരിത്രത്തിൽ വരും. അങ്ങനെ ആദ്യമായി മനുഷ്യൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ മനോഹരമായ ദിവസം നമ്മളൊക്കെ മനസ്സിലുണ്ട്. എങ്കിൽ അതിന് പിന്നിലെ ഒരു കഥയാണ്, ഒരു നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ടെൻസിംഗ് നോർഗെയും എന്ന ഒരു ഷെർപ്പ, ഒരു സാധാരണക്കാരൻ, അതോടൊപ്പം തന്നെ എഡ്മണ്ട് ഹിലാരി എന്ന ന്യൂസിലാൻഡുകാരനായ പർവ്വതാരോഹകൻ, അവരാണ് നമ്മുടെ മുന്നിലുള്ളത്. എനിക്കൊന്ന് 5-6 പ്രാവശ്യം എവറസ്റ്റിന്റെ കൊടുമുടിയുടെ ഏതാണ്ട് മുകളിൽ എത്തുന്നതിന് തൊട്ട് മുമ്പ് പലപ്പോഴും ആ ആരോഹണ ശ്രമം അവസാനിപ്പിച്ച് ടെൻസിങ്ങിനും ഹിലാരിക്കും ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ തൻ്റെ 6ാമത്തെ തോന്നുന്നു ഒരു പരാജയപ്പെട്ട ഒരു പർവ്വതാരോഹണ ശ്രമത്തിന് ശേഷം ന്യൂസിലാൻഡിന്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടണിൽ ഒരു പത്രസമ്മേളനം നടന്നു. ഈ പത്രസമ്മേളനത്തിൽ പത്രക്കാരൊക്കെ ചോദിക്കുകയാണ് ഒരു ചോദ്യം: ഹിലാരി, നിങ്ങൾ പരാജയപ്പെട്ടു അല്ലേ? അപ്പോൾ ഹിലാരി പറയുന്ന മനോഹരമായ ഉത്തരം എൻ്റെ മനസ്സിലെപ്പോഴും ആഴ്ന്നിറങ്ങും. അദ്ദേഹം പറഞ്ഞ ഒറ്റ സെന്റൻസ് മാത്രമേ ഉള്ളൂ: എവറസ്റ്റ് കനോട്ട് ഗ്രോ ബട്ട് ഐ ക്യാൻ ഗ്രോ. എവറസ്റ്റിന് ഒരിക്കലും വളരാൻ പറ്റില്ല, പക്ഷെ എനിക്ക് വളരാൻ പറ്റും. അതിനുശേഷം വീണ്ടും ഹിലാരി ഇന്ത്യയിൽ വരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ടെൻസിങ്ങിനെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു ആശുപത്രിയിൽ ന്യൂമോണിയ ബാധിച്ച് കിടക്കുകയാണ് ടെൻസിംഗ് നോർഗെ. ആ സമയത്ത് ഹിലാരി ഉറപ്പിച്ചു, ഇനി ഈ വർഷം പറ്റില്ല, കാരണം ഒരു ഷെർപ്പയില്ലാതെ ഒരിക്കലും കയറാൻ പറ്റില്ല, പ്രത്യേകിച്ച് ടെൻസിങ്. അവനാണെങ്കിൽ ന്യൂമോണിയ ബാധിച്ചു. അന്ന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു ഫോണോ ഇല്ലാത്തൊരു കാലമാണ്, 50 കാലഘട്ടം ഉണ്ടായത്. അപ്പൊ ടെൻസിങ്ങോട് പറഞ്ഞു, ടെൻസിങ്, ഞാൻ തിരിച്ചു പോവാണ്, കുഴപ്പമില്ല, അടുത്ത വർഷം വരാം, നീ കൂടുതൽ ഊർജ്ജസ് ഉണ്ടാവും. ഡോക്ടർ മാറിയെന്നപ്പോൾ ടെൻസിങ് പറഞ്ഞു, പ്രിയപ്പെട്ട ഹിലാരി, നിങ്ങൾ തിരിച്ചു പോകരുത്, കുറച്ച് ദൂരെ മാറി നിൽക്കൂ, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറുടെ കണ്ണു വെട്ടിച്ച് ടെൻസിങ് ഹിലാരിയുടെ അടുത്തെത്തി, അതും ന്യൂമോണിയയുടെ തീവ്രമായ ഒരു അസുഖത്തോടെ. അപ്പൊ ഹിലാരി പറഞ്ഞു, പറ്റില്ല, നീ എന്താ ചെയ്യാൻ പോണ? അല്ല, ഈ ലക്ഷ്യം പ്രധാനമാണ് ഹിലാരി, നമുക്ക് ആ എവറസ്റ്റ് ഒന്ന് കീഴടക്കട്ടെ. അവനല്ലേ ഇതുവരെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്ന് വിജയിക്കണം, നമുക്ക് വിജയിക്കണം. തൻ്റെ എല്ലാ പ്രതിസന്ധികളെയും, ഒരിക്കലും സാധിക്കാത്തൊരു കാര്യം ഒക്കെ, അതായത് തണുപ്പാണ് എവറസ്റ്റ്, പക്ഷേ തൻ്റെ ഒറ്റ ദൃഢവിശ്വാസത്തിൽ, ഒരുപക്ഷെ ടെൻസിങ്ങിന്റെ ദൃഢവിശ്വാസത്തിൽ ഹിലാരി കയറാൻ തുടങ്ങുന്നു. പല പ്രതിസന്ധികൾ കടന്ന് ഒടുവിൽ ആ മനോഹരമായ ദിവസം എത്തുന്നു, എവറസ്റ്റ് കീഴടക്കപ്പെടുന്നു. ഞാൻ ഈ കഥവല്ല, ഈ നടന്ന സംഭവം പറയാൻ കാരണം, ഒരു A+ നേടൽ എന്നതിനേക്കാൾ ഉപരി ഞാൻ ഇന്നത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാം നമുക്ക് സാധിക്കുമെന്ന ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കാനാണ്. കഥകളോ ഇത്തരത്തിലുള്ള അനുഭവ കഥകളോ ഒന്നും തന്നെ ഒരുപക്ഷെ കുറച്ച് സമയം മാത്രമേ നമ്മൾ പ്രചോദിതരാകും. എന്നാൽ പ്രിയപ്പെട്ട മക്കളോടാണ് ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നത്. അതോടൊപ്പം അവരുടെ രക്ഷിതാക്കളോടും നിങ്ങൾക്ക് എന്നോട് സംവദിക്കാം. അതിനിടയിൽ ഞാൻ എൻ്റെ ടെലിഫോൺ നമ്പറുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകൾ ചെയ്യാം. അതായത് തുടർന്ന് വരുന്ന പരീക്ഷ വരെ നിങ്ങളുടെ ഒപ്പം യാനമുണ്ടാകുന്നത് പോലെ ഞാനും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടോ ഇവിടുന്ന് ചോദിക്കാം. ഒപ്പം
നിങ്ങൾക്ക് എന്നോട് ഭാവിയിൽ ബന്ധപ്പെടാം. ഞാൻ ഒട്ടേറെ വർഷങ്ങളായിട്ട് ഇത്തരം ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കുട്ടികൾ എന്നോട് ചിലപ്പോൾ ആ സെഷൻ കഴിഞ്ഞിട്ടായിരുന്നു ചോദിക്കുന്നത്, സാർ ഇനി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇന്ന വിഷയത്തിലൊക്കെ വളരെ പരാജയത്തിലാണ്, ജയിക്കുമോ എന്നറിയില്ല, എനിക്കൊരു A+ ഒക്കെ കിട്ടും. ഈ സമയത്താണ് ഞാൻ മാത്തൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ്റെ അനുഭവം ആദ്യമായിരുന്നു പങ്കുവെക്കട്ടെ. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചൊരു മോളുണ്ടായിരുന്നു, സൂര്യമോൾ എന്നാണ് അവളുടെ പേര്. അവൾക്ക് നടക്കാൻ പറ്റില്ല, അവൾ എടുത്തിട്ടാണ് സ്കൂളിലേക്ക് കൊണ്ടുവരിക. എൻ്റെ ഒരു പ്രിയപ്പെട്ട മകളാണ്. അപ്പൊ ഞാൻ സൂര്യയോട് ചോദിച്ചു, പലപ്പോഴും ഞാൻ കുട്ടികളോട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കാറുണ്ട്. സൂര്യ അങ്ങനെയൊന്നും ഉത്തരം പറയുന്നൊരു കുട്ടിയല്ല. അവൾക്ക് 2 കളിക്കൂട്ടുകാരികളുണ്ടായിരുന്നു. ആ 2 കളിക്കൂട്ടുകാരികളിൽ ഒരാൾ ശ്വേതയും മറ്റൊന്ന് അനഘയായിരുന്നു. ഈ 2 ഇവളെ അവളെ അമ്മ സ്കൂളിന്റെ വരാന്തയിൽ എത്തിക്കുമ്പോൾ കൈപിടിച്ചു സൂര്യ കൊണ്ടുപോയി. അപ്പൊ ഫെബ്രുവരി മാസത്തിൽ സൂര്യൻ പറഞ്ഞു, സാർ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് മാഷെ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് മാഷയുടെ വിഷയമായ ഇംഗ്ലീഷിൽ എനിക്ക് A+ വേണം. എനിക്ക് ഏതാണ്ട് അവളെ കുറിച്ച് ധാരണയുണ്ട്. ഒരു B+ നിലവാരത്തിലാണ് അവൾ ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു, മോളെ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം, നീ അത് ചെയ്യുമോ? അവൾ പറഞ്ഞു, നിങ്ങൾ മാഷ പറഞ്ഞ എന്ത് ഞാൻ ചെയ്യും, പക്ഷെ എനിക്ക് ഇംഗ്ലീഷിൽ A+ മതി. ആ വർഷത്തെ SLC റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യം വന്ന ഗോൾ സൂര്യയുടേതായിരുന്നു. അവൾക്ക് ഇംഗ്ലീഷിൽ A+ ആണ്. പിന്നീട് അവൾ BA ഇംഗ്ലീഷ് എടുക്കുന്നു, MA ഇംഗ്ലീഷ് കഴിയുന്നു, B.Ed കഴിയുന്നു. ഇന്ന് ഒരു അധ്യാപികയാണ്. അവളെ കൈപിടിച്ച് അവളെ കൊണ്ടുവന്ന ശ്വേത എഞ്ചിനീയറും അനഘ ഒരു ഡോക്ടറുമാണ്. ഈ കഥയിലേക്ക് ഞാൻ പോകുന്നത്, ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. ഇനിയുള്ള ദിവസങ്ങൾ വിചാരിച്ചാൽ പോലും ഞാൻ SLC ആണ് കുറച്ച് ഫോക്കസ് ചെയ്യുന്നത്. SLC മാത്രമല്ല, അത് പ്രീ ഡിഗ്രി +2 ആവാം, ഡിഗ്രി ആവാം, ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. ഇതൊരു ടെക്നിക്കൊന്നല്ല, ഇത് ചില സത്യങ്ങളാണ്. ഒരുപക്ഷെ നേരെ ആമുഖത്തിൽ മിനീഷ് പറഞ്ഞ പോലെ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ നാഡികളെ അല്ല തലച്ചോറിനെ കുറിച്ച് പഠിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എവിടെയാണ് വിജയവും എവിടെയാണ് പരാജയവും എന്നൊക്കെ ഞാൻ ശാന്തമായി ആലോചിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ചില കുട്ടികൾക്ക് സ്വാഭാവികമായും ജന്മനാൽ ചില കഴിവ് പ്രശ്നങ്ങളുണ്ടാകും. കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, ബുദ്ധിയുടെ വേണ്ടത്ര അളവില്ലായ്മ, ഇതൊക്കെ ഉള്ള കുട്ടികളല്ല ഞാൻ ഫോക്കസ് ചെയ്തത്. അവരിലും ചില അത്ഭുതകരമായ കഴിവുകൾ വേറെ ഉണ്ടാവാം. ഒരു സാധാരണക്കാരനായ ഒരു കുട്ടി, നടക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന ഒരു കുട്ടി, 5 ലക്ഷം പേരാണ് SLCക്ക് മാത്രം ഈ വർഷം എഴുതുന്നത് ഏതാണ്ട്. അതിൽ എല്ലാ കുട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കും. ഒരു അമേരിക്കയിലെ സിംഹവും, ഞാൻ എൻ്റെ പല ട്രെയിനിങ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അമേരിക്കയിലെ ഒരു സിംഹവും ഇന്ത്യയിലെ ഒരു സിംഹവും ജനിക്കുന്നു, കുട്ടി ജനിക്കുന്നു, എന്താ വ്യത്യാസം? അവർ അങ്ങനെ വളരുന്നു, അവർ ഒരേപോലെയാണ് വളരുന്നത്. നമ്മുടെ സിംഹം ഒരിക്കലും പുല്ല് തിന്നാറില്ല. ഒരു അമേരിക്കൻ സിംഹം ഇറച്ചിയും ഇന്ത്യൻ സിംഹവും പുല്ല് തിന്നാറില്ല. അപ്പൊ ഒരേപോലെ ഇര പിടിക്കുന്നു, ഒരേപോലെ ഇടചേരാനുള്ള കഴിവുണ്ടാവുന്നു, പ്രസവം നടക്കുന്നു, തലമുറ സൃഷ്ടിക്കുന്നു, അവസാനം ഈ ലോകം വിട്ടുപോകും. എൻ്റെ കാതലായ ചോദ്യം വന്നത്, എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് A+ കിട്ടുന്നു, ചില കുട്ടികൾ പിന്നാമ്പുറത്ത് D+ലും Eയിലും വരുന്നു? ഇത് എവിടെയാണ് ഈ പ്രശ്നം? പഠിപ്പിക്കുന്ന അധ്യാപകരിലാണോ? അല്ല, അവരേതാണ്ട് ഒരുപോലെയാണ് പഠിപ്പിക്കുന്നത്. പഠിക്കുന്ന പുസ്തകത്തിലാണോ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയാണ് കാതലായ ഒരു ഉത്തരം, നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മ. ഒരുപക്ഷെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പരീക്ഷയെക്കാൾ ഉപരി വിജയിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിലാണ്. പലരും അതിസമ്പന്നർ പോലും ജീവിതം ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇനിയുള്ള ജീവിതത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യങ്ങളാണ് ഇവിടെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കാറുള്ളത്. പരീക്ഷ അടുത്ത് വരുന്നൊരു മാസത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? വേവലാതി, അതോടൊപ്പം ഉറക്കമില്ലായ്മ, ഒരുപാട് പഠിക്കാനുണ്ട്, ഞാൻ ഇത്രയും കാലം പഠിക്കാതെ സമയം കളഞ്ഞല്ലോ തുടങ്ങിയ ചിന്തകളായിരിക്കും വരിക. അവിടെ നിങ്ങളുടെ അപകടം തുടങ്ങുന്നു. ഈ സമയത്താണ് നിങ്ങൾ ഏറ്റവും ശാന്തനാവേണ്ടത്. ഏറ്റവും ശാന്തനാവേണ്ട സമയം. ഏതായാലും ഈ 1 മണിക്കൂർ നിങ്ങൾ ഒന്നും വേറെ ആലോചിക്കേണ്ട. ഞാൻ മക്കളോടാണ് സംസാരിക്കുന്നത്, ഒപ്പം അവരുടെ രക്ഷിതാക്കൾ. ഇവിടുത്തെ കാര്യങ്ങളൊന്നും കുറിച്ചെടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എടുത്താൽ നല്ലത്, കുഴപ്പമില്ല.
ഒരുപക്ഷെ ഇത് റെക്കോർഡിംഗ് ഉണ്ടാവും, അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ അയച്ചു തരുന്ന സൗകര്യം നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പരീക്ഷ എഴുതുകയാണ്. നമുക്ക് അതിലേക്ക് തന്നെ വരാം, കൂടുതൽ പരന്ന് ഞാൻ സംസാരിക്കുന്നില്ല സമയപരിമിതി കൊണ്ട്. ഒരു പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ എന്താണ് നമ്മുടെ പ്രശ്നം? ഒട്ടേറെ പരീക്ഷകൾ എഴുതിയവരാണ് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർ, ഞാനും. പക്ഷെ നമ്മൾ ഒരേ പ്രോസസ്സാണ് ഒരു പരീക്ഷയിൽ നടക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്ത് ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്ത് അത് ഒരു പേപ്പറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ പരീക്ഷ എന്ന വലിയൊരു പ്രക്രിയ പൂർത്തിയാവും. ഇവിടെ വരുന്ന പ്രശ്നത്തിലൊന്ന്, പഠിച്ചത് ഓർമ്മയില്ലാതിരിക്കുക ഒരു കാര്യം. പരീക്ഷ നന്നായി പഠിച്ചു, പക്ഷെ ആ സമയത്ത് കിട്ടുന്നില്ല, അത് കുഴപ്പം. ഇവിടെ നാവിൻ തുമ്പത്ത് വന്ന് എവിടെയോ മറയുന്ന ഉത്തരങ്ങൾ. അതോടൊപ്പം തന്നെ എത്ര ആലോചിച്ചിട്ടും കിട്ടാത്ത ഉത്തരങ്ങൾ. ഇങ്ങനെ ഉത്തരങ്ങൾ പലവിധമാണ്. കാരണം ഈ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളെപ്പോലുള്ള അധ്യാപകരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇതിൽ അധ്യാപകർ ഒട്ടേറെ ഉണ്ടാവാം, അവരാരും കുറച്ച് കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ചോദ്യ പേപ്പർ ഉണ്ടാക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. ഇത് ഏത് പരീക്ഷയായാലും, SLC മാത്രമല്ല, 8ാം ക്ലാസ്സിലെ പരീക്ഷയായാലും 9ാം ക്ലാസ്സിലെ പരീക്ഷയായാലും, ഏത് ക്ലാസ്സിൽ ഒരു പരീക്ഷ, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയായാലും ഉണ്ടാക്കുന്നതിന് ഒരേ ഒരു മാതൃകയുള്ളൂ. ഒന്ന്, ഒരു സിലബസ് ഉണ്ടാവും. ആ സിലബസിൽ ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താൻ പറ്റൂ. എന്നിട്ട് അപ്പൊ എന്താണ് ആദ്യം ഉണ്ടാവുക? ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അതിൽ നിന്ന് എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേണമെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാണ് പരീക്ഷയുടെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകൻ ആദ്യം ചെയ്യുന്നത് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയാണ്, ചോദ്യം ഉണ്ടാക്കിയല്ല ചെയ്യുക. അതിൽ ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ചോദ്യം വേണം, അതിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ ഇത്രയാണ്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഇത്രയാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് ഇത്രയാണ് എന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. എന്നിട്ട് അതിന് നിലവാരം നോക്കും. എബോവ് ആവറേജ് കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ആവറേജ് കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നത്, പിന്നെ സാധാരണക്കാരായ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്നത് എന്നിങ്ങനെ പലതരത്തിലുള്ള ക്ലാസിഫൈ ചെയ്യും. ഇതൊക്കെ BEdലും TTCയിലൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം. അങ്ങനെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ, അല്ലാതെ ഒരിക്കലും തോന്നിയ പോലെ ഉണ്ടാക്കാൻ പറ്റില്ല. ആ നിർദ്ദേശം പാലിക്കുന്ന ചോദ്യപേപ്പറുകൾ മാത്രമേ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രഹസ്യ സ്വഭാവത്തെ കുറിച്ച് ഒരു അല്പം പറയാം. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ SLC എഴുതുന്നവരായിരിക്കാനാണ് സാധ്യത. നിങ്ങളുടെ ചോദ്യപേപ്പർ ഏതാണ്ട് ഒരു 6 മാസം മുമ്പേ തയ്യാറായി കഴിഞ്ഞു. കേരളത്തിലെ അറിയപ്പെടുന്ന അധ്യാപകരിൽ നിന്നും, അത് നമുക്കൊന്നും പരസ്പരം അറിയാൻ പറ്റില്ല, അവരിൽ നിന്ന് അവരോട് ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുക്കാൻ ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ ക്യാമ്പുകൾ വഴിയായിരിക്കാം, ഇൻഡിവിജ്വൽ ആയിരിക്കാം. അങ്ങനെ ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ ഒരു അധ്യാപകനായി എന്നെ ഏൽപ്പിച്ചു എന്നിരിക്കട്ടെ. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ പറയുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള ഒരു ചോദ്യപേപ്പറും അതിന് ഉത്തരസൂചിയും തയ്യാറാക്കും. എന്നിട്ട് ഞാൻ അത് ഒരു കൃത്യമായി ഒരു ഇതിൽ ഒട്ടിച്ച്, ഒരാൾക്ക് തുറക്കാൻ പറ്റില്ല, അത് വിദ്യാഭ്യാസ വകുപ്പിൽ കൈമാറും. ഇതേപോലെ രമേശൻ മാഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒക്കെ തന്നെ ഈ ടേബിൾ വരും. എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കും. അതിനുശേഷം രഹസ്യ സ്വഭാവമുള്ള, പ്രത്യേകിച്ച് ജയിലിലൊക്കെയുള്ള ചില പ്രസ്സുകളിലാണ് ക്വസ്റ്റ്യൻ അടിക്കുന്നത്. അവിടെ ഒരിക്കലും SLC പരീക്ഷ എന്നോ ഈ എന്താ പറയുക +2 പരീക്ഷ എന്നോ ഇതില്ല, ചില കോഡുകളായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അവരുടെ വളരെ സീരിയസ് ആയി അത്രയും സെൻസറേറ്റ് മാത്രമേ അവിടെ തൊഴിലാളികൾ കൊടുക്കൂ. അതുകൊണ്ട് ഇതൊന്ന് കോപ്പി അടിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അത് പ്രിന്റ് ചെയ്ത് അവിടുന്ന് തന്നെ 20 എണ്ണത്തിനെ പാക്കറ്റാക്കി നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഈ ചോദ്യം ഒരാളും കാണുന്നില്ല. മറ്റൊരു രഹസ്യകരമായ കാര്യം, ഈ ചോദ്യം ഉണ്ടാക്കിയ അധ്യാപകൻ പോലും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നാൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അധ്യാപകരാണ് ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അധ്യാപകരുടെ മാനസിക നില ചോദ്യം ചെയ്ത് വരും. അതുകൊണ്ട് തന്നെ ചില ചോദ്യ പേപ്പറുകൾ എളുപ്പവും ചിലത് വളരെ കഠിനമായി. ചില അധ്യാപകർ വിചാരിക്കും, എന്നാൽ നോക്കാം, ഇവരൊന്ന് കടുപ്പമുള്ള ചോദ്യമാവട്ടെ. ചിലർ പറയും ലളിതവും. ഇനി ചില പരീക്ഷകളിൽ ഞാൻ വരുത്തിയ മണ്ടത്തരങ്ങളെ കുറിച്ച് ആദ്യം പറയാം. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾ ഒട്ടനവധി എഴുതിയ ഒരാളാണ്. അതിൽ 5ഓ 10ഓ ജോലികൾ എനിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില പരീക്ഷകളുടെ ചോദ്യങ്ങൾ എനിക്ക് വളരെയധികം ഓർമ്മ ഉണ്ടാകും. അതിലൊരു ഇതാണ്, അതൊരു കാസർഗോഡ് ജില്ലയിലെ, എനിക്ക് തോന്നുന്നു LD ക്ലർക്ക് പരീക്ഷ എന്തോ അല്ലെ ഏതൊരു പരീക്ഷക്കാണ് ചോദിച്ച ചോദ്യം, കൃത്യമായി ഓർക്കുന്നില്ല.
അപ്പോ ആ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം എന്തായിരുന്നു? വിച്ച് ഈസ് ദ കൺട്രി എക്സ്പെൽഡ് ഫ്രം കോമൺവെൽത്ത് ഇൻ 1985? 1985 കോമൺവെൽത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാജ്യമേത്? ഞാൻ ഉത്തരം എഴുതി ഫിജി. അത് കറക്റ്റായ ഉത്തരമായിരുന്നു. പക്ഷെ അതേ ചോദ്യ പേപ്പറിലെ മറ്റൊരു ചോദ്യം ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് എന്നായിരുന്നു. അതിന് ഞാൻ എഴുതിയ ഉത്തരം വളരെ രസകരമാണ്. ഉത്തരം ശുക്രൻ എന്നാണ്. അത് ഏറ്റവും മണ്ടത്തരമാണ്. കാരണം ഭൂമിയുടെ ഏറ്റവും അടുത്ത ഒരു നക്ഷത്രം സൂര്യനാണ്. ഇനി ശുക്രൻ ഒരു നക്ഷത്രമേ അല്ല. എന്താണ് എനിക്ക് പറ്റിയത് എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഈ തലച്ചോറിന്റെ ഒരു അപാരമായ കഴിവുകേടും. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നീട് എല്ലാ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ഉത്തരവുണ്ട്, ഛേ അത് തെറ്റിയല്ലോ. ഇങ്ങനെ എത്ര ഛേ പറയുന്നുവോ അത്രയും നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കും എന്നൊരു രസകരമായ ഉത്തരം കൂടി പറയാനുണ്ട്. അങ്ങനെ ഇരിക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ പറയുന്ന എല്ലാം പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്നോട് ചോദിക്കാം. ഈ ആരാണ് ഇതിൽ ഓർമ്മിക്കുന്നത്? നമുക്ക് ഒറ്റയടിക്ക് പറയാം, എൻ്റെ തലച്ചോറാണ്. അതെ, നിങ്ങളുടെ തലച്ചോറ് തന്നെയാണ് ഇത് ഓർമ്മിക്കുന്നത്. പക്ഷേ തലച്ചോറിലെ ഏത് ഭാഗമാണെന്ന് അറിയാമോ? അതാണ് ബുദ്ധിമുട്ട്. ഞാനൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ നിന്ന് ഒരറിവ് എനിക്ക് ലഭിച്ചു. ഇത് റെക്കോർഡ് ചെയ്യുന്നൊരു മെഷീനുണ്ട്. ആ മെഷീന്റെ പേര് മറ്റൊന്നല്ല, ഹിപ്പോ ക്യാമ്പസ് എന്നാണ്. നിങ്ങളുടെ പേരൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. കടൽക്കുതിരയെ പോലെയുള്ള ഒരു ചെറിയ ആകൃതിയുള്ള തലച്ചോറിന്റെ ഒരു മനോഹരമായ ഭാഗം. ഇതിലേക്കാണ് ഈ അറിവുകൾ എത്തുന്നത്. അതവിടെ ഷോർട്ട് ടേം മെമ്മറിയിൽ വെക്കേണ്ട സമയത്തിനെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റും. എപ്പോഴോ ജൂൺ മാസത്തിൽ പഠിച്ച ചോദ്യം ഈ മാർച്ച് മാസത്തിൽ വന്നേക്കാം. അത് നമ്മൾ മറന്നുപോയേക്കാം. അതൊക്കെ വീണ്ടും ചോദ്യമായിട്ട് വരും. അപ്പം ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഇവനെ എങ്ങനെ സൂത്രത്തിൽ കീഴ്പ്പെടുത്താം? അതോടൊപ്പം നമുക്ക് വേവലാതി വരുന്നൊരു പ്രശ്നമുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പരീക്ഷാ ഹാളിൽ. ഇപ്പൊ ഇത്തവണ ഞാൻ ചീഫ് സൂപ്രണ്ട് ആയതുകൊണ്ട് സ്കൂളിന്റെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. കഴിഞ്ഞ വർഷമൊക്കെ ഡെപ്യൂട്ടി ചീഫ് ആയപ്പോൾ ആ സ്കൂളിന്റെ മൊത്തം ഉത്തരവാദിത്വം നോക്കുമ്പോൾ ഞാൻ പരീക്ഷാ ഹാളുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നൽ പരിശോധന നടത്തും. അപ്പോൾ കാണാം ചില കുട്ടികൾ അസ്വസ്ഥരാകുന്നത്. ഇവരുടെ പ്രശ്നമാണ്, പഠിച്ചിരുന്നു, ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എങ്ങനെ വ്യത്യസ്തമായ ഓരോ ചോദ്യങ്ങളെ സമീപിക്കുന്ന ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊക്കെ മുമ്പേ നമ്മുടെ വേവലാതിപ്പെടുത്തുന്ന തലച്ചോറിന്റെ ഭാഗത്തെക്കുറിച്ച് അറിയണം. അവനെ നമ്മൾ ലിംബിക് ബ്രെയിൻ അഥവാ റെപ്റ്റീലിയൻ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു പേര്, നടുക്കില്ല ബുദ്ധി എന്ന് പറയാം. അതായത് ഒരു ചോദ്യമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന, ഉത്തരം കിട്ടില്ലെന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഈ ഒരു ചങ്ങായി ഉണ്ടല്ലോ, ഒരു ചങ്ങാതി. ഈ ചങ്ങാതിയെ ഒന്ന് വരുതിയിലാക്കണം. അതുകൊണ്ട് ഉറപ്പിച്ച് ഞാൻ പറയട്ടെ, ഇന്ന് നിങ്ങൾ തീരുമാനമെടുത്ത് പരീക്ഷയ്ക്ക് ഇടയുള്ള 21 ദിവസം ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് A+ ഉറപ്പാണ്. പക്ഷെ ചോദ്യം അതല്ല, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഇത് ചെയ്യുന്നുണ്ടോ എന്നത് നിരീക്ഷിക്കുക മാത്രമാണ്. ഇനി ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഉദാഹരണം എടുക്കാം. ഞാൻ അവരെയാണ് ഒന്ന് ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ളവർ എന്നോട് ചൊടിക്കരുത്. അതെന്താ സംഭവം? ഈ കുട്ടി വീട്ടിലുണ്ടാകുമ്പോൾ ആദ്യം അസ്വസ്ഥമാകുന്ന അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും. അയ്യോ, എൻ്റെ മകൻ 10ാം ക്ലാസ്സിലാണ്, ഇവിടെ താഴെ എൻ്റെ മകൻ 10ാം ക്ലാസ്സിലാണ്. അതൊരു സത്യമാണ്. അപ്പോൾ ഈ ഒരു ടെൻഷൻ ആദ്യം അച്ഛനമ്മയ്ക്കും വരും. പലപ്പോഴും ഇവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് അച്ഛനമ്മയും ആകുലതയോടെ പറയുന്നുണ്ടാവാം, അയ്യോ നമ്മുടെ മകന്റെ കാര്യം എന്താവും? ഈ ഒരൊറ്റ ചിന്ത മതി ആ മകനെ നശിപ്പിക്കാൻ. ഈ രഹസ്യം എത്ര പേർക്കറിയാം? നിങ്ങൾ അസ്വസ്ഥമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ ആ നിങ്ങളിലെ അസ്വസ്ഥത യാത്ര ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളിലെ ഊർജം, നിങ്ങളുടെ ആ ചിന്തകൾ അവിടെ നീങ്ങി നീങ്ങി അത് ആ കുട്ടിയിലെ സ്വാധീനിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് എടുക്കേണ്ട തീരുമാനം, എൻ്റെ മകൻ ഒരു പരീക്ഷ എഴുതുന്നുണ്ടാവാം, മകൾ പരീക്ഷ എഴുതുന്നുണ്ടാവാം, ഞാൻ അവനെ എങ്ങനെ പിന്തുണക്കാം? ആദ്യം രക്ഷിതാക്കളോടാണ് പറയാനുള്ളത്, പിന്നെ ഞാൻ മക്കളോട് പറയാം. നിങ്ങളിലെ വികാരങ്ങളെ ഒന്ന് നിയന്ത്രിക്കണം. നിങ്ങളുടെ റെപ്റ്റീലിയൻ ബ്രെയിൻ, ചിലർ പറയുന്നേക്കാം, ഒരല്പസമയം കുട്ടി ഉറങ്ങിപ്പോയി, ഇവർ വളരെ അക്രമാസക്തരാവും. നീ ഓർക്കണ്ടേ, നീ 10ാം ക്ലാസ്സിലല്ലേ, നിന്റെ പരീക്ഷയല്ലേ വരുന്നത് തുടങ്ങിയ കാഠിന്യമേറിയ, അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ചോദ്യം ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങൾ അറിയുന്നില്ല, അവരുടെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് പ്രവർത്തനം നിർത്തും. ഓർമ്മയുണ്ടാക്കുന്ന ആ ഒരു ഭാഗം പരിപാടി നിർത്തും. പകരം അവന്റെ ഉള്ളിലെ ഓർമ്മയെ നശിപ്പിക്കുന്ന അമിഗ്ഡാല എന്ന ഒരു ചെറിയ ചങ്ങായി പ്രവർത്തനം തുടങ്ങും.
വൈകാരിക വിക്ഷോഭം ഉണ്ടാവും. നേരെ മറിച്ച് അല്പം വൈകി എഴുന്നേറ്റ മകനോട്, ഇതൊരു ശീലമാക്കാനല്ല മക്കളോട് ഞാൻ പറയുന്നത്, ഇങ്ങനെ പറയാം: മകനെ അല്ല മോളെ, കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ആ സമയം ഒന്ന് പഠിക്കാനുള്ള സമയം നിന്ന് പ്ലാൻ ചെയ്തിട്ട്, ഇന്ന് നീ അല്പം പിന്നെ നിങ്ങൾക്ക് ഉറക്കമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കൊന്ന് ഒത്തുപിടിക്കാം. അതായത് വേണ്ടത് അവരെ ചേർത്ത് പിടിക്കലാണ്. കാരണം അവരെ ദുർബലരാക്കലല്ല. ഒട്ടനവധി രക്ഷിതാക്കൾ കൗൺസിലിങ്ങുമായി എൻ്റെ അടുത്ത് വരാറുണ്ട് കുട്ടികളെ കൊണ്ട്. ഇപ്പോൾ ഞാനത് സ്വീകരിക്കാറില്ല. കാരണം ഒന്ന്, സമയത്തിന്റെ പരിമിതി, എനിക്കൊരു നിരാശ കൊണ്ടാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പറയാവുന്നത്? ജീവിതം എന്നത് കുട്ടികൾ പഠിക്കട്ടെ. അവിടെ പ്രതിസന്ധികൾ ഏറ്റവും വലിയ പ്രതീക്ഷകളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഒന്ന്, വീടിൽ അന്തരീക്ഷം മാറ്റുന്നതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഒന്ന്, ശാന്തമായ അന്തരീക്ഷം. രണ്ട്, സന്തോഷമുള്ള അന്തരീക്ഷം. കാരണം നമ്മളുടെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും അസ്വസ്ഥമായ മുഖം ആ കുട്ടിയുടെ ഓർമ്മയെ നശിപ്പിക്കും എന്ന് എത്ര പേർക്കറിയാം? കാരണം മെമ്മറി അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് അതുപോലെയാണ്. എന്നെ ഏറെ പ്രചോദിപ്പിച്ച ഒരു പുസ്തകമാണ് ഈ മെമ്മറി അല്ലെങ്കിൽ ഓർമ്മയെക്കുറിച്ച് ഡാനിയൽ ജി എയ്മാൻ എഴുതിയ മെമ്മറി റെസ്ക്യൂ എന്ന മനോഹരമായ പുസ്തകം. പറ്റുമെങ്കിൽ വായിക്കാം. മെമ്മറി റെസ്ക്യൂവിൽ പറയുന്നത്, നമ്മൾ ഓർമ്മ എന്തുകൊണ്ടാണ് തിരിച്ചിടുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു വസ്തു പോലും മറക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു വസ്തു പോലും മറക്കാൻ പറ്റില്ല എന്ന് ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. കാരണം നിങ്ങളുടെ തലച്ചോറ് അത്രയും ശക്തമാണ്. കാരണം ഈ ഓർമ്മയുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തലച്ചോറാണ് എല്ലാ പ്രവർത്തനവും ഉണ്ടാക്കുന്നത്. ആ തലച്ചോറിലെ ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീ ഞരമ്പുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന നാഡീകോശങ്ങൾ, ഈ ന്യൂറോൺസ് എത്രയുണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഒരുപക്ഷെ ബയോളജി അധ്യാപിക പഠിപ്പിച്ചിട്ടുണ്ടാവാം. ഉണ്ടാവാം. എന്താണ് ഒരു 80 ബില്യൺ 80 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്ന് പഠിപ്പിക്കാം. പക്ഷെ കുട്ടിക്ക് അറിയില്ലല്ലോ ബില്യൺ എത്രയെന്ന്. നമുക്ക് പോലും അറിയില്ല ബില്യൺ എത്രയാണ്. ഞാനൊരു ഏകദേശ കണക്ക് ഇങ്ങനെ പറയാം. ഭൂമിയെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. അതൊന്നും നമുക്ക് സാധ്യമല്ല. അത്ര വലുതാണ് ഭൂമി. ആ ഭൂമിയെ 2 പ്രാവശ്യം ചുറ്റത്തക്ക വിധത്തിൽ നമുക്ക് ഈ ന്യൂറോണുകളെ ചേർത്ത് പിടിക്കാം. എത്ര? ഭൂമിയുടെ 2 മടങ്ങ്. അപ്പോൾ അതിശക്തമായ ന്യൂറോൺസ് ഉള്ള ഈ തലച്ചോറിനെ നമ്മൾ എന്തിനാണ് അവിശ്വസിക്കുന്നത്? നമ്മൾക്ക് ആകെ അത് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്താണ് ഇദ്ദേഹം പറയുന്നത്? എനിക്ക് മറവി എൻ്റെ കൂടുതൽ അല്ല. നിങ്ങൾ ആ മറവി എന്താണ്? മറവി ഓർമ്മ. നിങ്ങൾ ഓർക്കേണ്ടത് എന്തെങ്കിലും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റെന്തോ ഓർത്തുപോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, മറവികളില്ല. ഉദാഹരണം, രാവിലെ ഓഫീസിൽ പോകേണ്ട ഞാൻ പേഴ്സ് എടുക്കാൻ മറക്കുന്നു. അപ്പം ചോദ്യം ശരിയല്ലേ മാഷെ? മറന്നില്ലേ? ഇല്ല. ആ സമയത്ത് ആ പേഴ്സ് എടുക്കാൻ എന്ന ഓർമ്മയേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഓർമ്മ എൻ്റെ ബ്രെയിൻ എടുക്കേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ രസകരമായ കാര്യമാണ്. ഓർമ്മകൾ മാത്രമേ ഉള്ളൂ, മറവികളില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ബ്രെയിൻ എന്താ ചെയ്യുന്നത്? ഒറ്റ കാര്യം ചെയ്യുന്നു: റെക്കോർഡ്, 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 റെക്കോർഡ്. പക്ഷെ കുഴപ്പം, നിങ്ങളുടെ അലമാര വിചാരിക്കുക. നിങ്ങൾക്ക് 5 ഷർട്ടുകളുണ്ട്. പക്ഷെ എവിടെയാണ് ഈ ഷർട്ട് വെച്ചു എന്ന് ഒരു ഐഡിയ ഇല്ല. എന്താ നമ്മൾ ചെയ്യുക? ഓരോന്നും വലിച്ചു വാരി ഇടുന്നു, ഏതെങ്കിലും ഒരു ഷർട്ട് എടുക്കുന്നു. ഒരലമാര. മറ്റൊരു അലമാര എല്ലാം പ്രോപ്പറായി ഓർഗനൈസ്ഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ഈ ചുവപ്പ് ഷർട്ട് അല്ലെങ്കിൽ ഈ കളറിലെ ഷർട്ട് എനിക്ക് എളുപ്പം കണ്ടെത്താൻ പറ്റും. ഇതാണ് മക്കളെ ഞാൻ പറയുന്നത് മെമ്മറി എന്നാൽ. നമ്മുടെ തലച്ചോറിനെ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്കൊന്ന് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ നമ്മൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവും. ഇനി ഒരു കാര്യം പറയാം. ഇന്ന് മാസം ഫെബ്രുവരിയാണ്. അവൻ പോകുന്നത് മേ ബി ജനുവരി, നമുക്കൊരു ദിവസം കൂടെ ഉള്ളൂ. ഞാൻ മാത്രം പറയുന്നത് ഒരു റിസർച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പാഠഭാഗം എടുക്കാം. ഞാൻ ഒരു വിഷയം എടുക്കട്ടെ, 10ാം തരത്തിലെ ഫിസിക്സ്. ഈ ഫിസിക്സ് എന്ന പുസ്തകത്തിൽ ടീച്ചേഴ്സ് എല്ലാം ഡിസംബർ, ജനുവരി പഠിപ്പിച്ചു. അതിനർത്ഥം ഇതിന് 70% കാര്യവും നിങ്ങളുടെ ബ്രെയിനിലുണ്ടാവും. ഒന്നും കൂടെ ഞാൻ പറയാം, 70% കാര്യവും ബ്രെയിൻ അവിടെ ഓർഗനൈസ്ഡ് ആണ്. പക്ഷേ നിങ്ങളുടെ കുഴപ്പം വരുന്നത്, അയ്യോ എൻ്റെ ഫിസിക്സിൽ എനിക്ക് 30% അറിയില്ല. അല്ലെങ്കിൽ കുറച്ചറിയാത്ത ചോദ്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ വെറും മണ്ടനായ തലച്ചോറ് അത് വിശ്വസിക്കും. ഇവനൊരു വിഡ്ഢിയായ ഒരു വിഡ്ഢിയാണ് ഈ തലച്ചോറ് എന്ന് പറയുന്നത്. അവൻ എന്ത് പറഞ്ഞ് പറ്റിക്കാൻ പറ്റും? നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് A+ കിട്ടാൻ ഇവനെ ഒന്ന് പറ്റിക്കാം. എങ്ങനെ പറ്റിക്കാം? ചീറ്റ് ചെയ്യാം. അതിന് ബ്രെയിൻ ഹാക്കിംഗ് എന്നാണ് പറയുന്നത്. ഹാക്ക് യുവർ ബ്രെയിൻ. അതിന് വേണ്ടുന്ന ഒരു കാര്യം, നന്നായി ഉറങ്ങണം. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഉറക്കം നമ്മുടെ മെമ്മറിയെ വളരെയധികം സഹായിക്കും. ഞാൻ ഒരുപാട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ ദിവസവും. ഇപ്പൊ ചില അമ്മമാര് പറയും, ഇവന് വലിയ ഉറക്കമാണ് മാഷെ. അവൻ ഉറങ്ങുന്നില്ല.
വലിയ ഉറക്കമുണ്ടെങ്കിൽ അവൻ ശരിക്കും ഉറങ്ങുന്നില്ല, കുറച്ച് ഉറക്കമുണ്ടെങ്കിൽ അവനും ശരിക്കും ഉറങ്ങുന്നില്ല. അതിനൊരു പാറ്റേൺ ഉണ്ട്. 10 മണി മുതൽ 2 മണി വരെ എന്ന് പറയുന്ന രാത്രിയിലെ സമയം എന്തായാലും ഉറങ്ങിയാൽ പറ്റും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു സ്ലീപ്പ് പാറ്റേൺ തരാം. 10 മണി മുതൽ 5 മണി വരെ 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയാൽ മതി. പ്രത്യേകിച്ച് പരീക്ഷയുടെ അടുത്ത സമയത്ത് ഉറക്കം കുറയും, എങ്കിലും ഒരു 7 മണിക്കൂർ സ്പേസ് ആവശ്യമുണ്ട്. എന്തിനാ? നമ്മൾ ഉറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കറിയുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലച്ചോറിലെ എല്ലാ തരത്തിലുള്ള കോശങ്ങളുടെ ന്യൂറോൺസിന് റെസ്റ്റ് ലഭിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ബുദ്ധിയെ, ഓർമ്മയെ ഏറ്റവും സഹായിക്കുന്ന മറ്റൊരു കോമ്പണന്റ് ഞാൻ പറഞ്ഞുതരാം. അത് സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഈ സെറട്ടോണിൻ ഉത്പാദിപ്പിക്കുന്നത് വയറ്റിലാണ്, പ്രത്യേകിച്ച് ഗട്ടിൽ. വൻകുടലിന്റെ ഭാഗമാണ് ഗട്ട്. അവിടെയുള്ള ഗട്ട് ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഗട്ട് ബയോംസ് എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഉറക്കം അവർക്ക് ഉറങ്ങിയേ പറ്റൂ. കാരണം അവരാണ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഊർജത്തിന്റെയും ഉത്പാദകർ. അതിന് വിടുന്ന കമാൻഡാണ് അവരെ ഉറങ്ങാൻ നമ്മൾ സമ്മതിച്ചേ പറ്റും. അവരുറങ്ങിക്കഴിഞ്ഞാൽ ആ ഉറക്കത്തിൽ നിങ്ങൾക്ക് വളരെ അവർ സ്ട്രോങ് ആണെങ്കിൽ അവർ ഉത്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഞാൻ ഈ പറഞ്ഞ സെറട്ടോണിൻ. ഈ സെറട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ മെമ്മറി അത് സഹായിക്കും. അതിനെ സന്തോഷത്തിന്റെ ഹോർമോൺ എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇത് തലച്ചോറിൽ 10%, 90% ബ്രെയിൻ ഈ ഗട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഉറക്കം ക്ലിയർ അല്ലെങ്കിൽ ഈ ബാക്ടീരിയ മരിച്ചു പോകും. അതിനൊരു ആത്യന്തികമായ ക്ഷീണം സംഭവിക്കും. ഈ ക്ഷീണം സംഭവിക്കുമ്പോൾ അത് സെറട്ടോണിൻ പ്രൊഡക്ഷനെ ബാധിക്കും. ഈ സെറട്ടോണിൻ പ്രൊഡക്ഷൻ കുറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ പ്രത്യേകിച്ച് ഹിപ്പോ ക്യാമ്പസ് ആക്റ്റീവ് ആവില്ല. ഒരുപക്ഷെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന ഓർമ്മ ഉണ്ടാക്കുന്ന കക്ഷിയെ നമ്മളൊന്ന് ശരിയാക്കി എടുക്കാൻ മക്കളെ ഉറങ്ങിയേ പറ്റും. അധികം ഉറങ്ങാനും പാടില്ല. 10 മുതൽ 5 മണി ഉറങ്ങുക എന്നൊരു പാറ്റേൺ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കണം. അതിന് രക്ഷിതാക്കളെ സഹായിക്കാം. അവരൊന്ന് ഉറക്കാനും അവർ 5 മണിക്ക്. പല രക്ഷിതാക്കളും രാത്രി 11:30-ക്കും 12 മണിക്കും കുട്ടികളെ വായിപ്പിക്കുന്നത് ഒന്നും ഓർമ്മയുണ്ടാവില്ല. 2 കാര്യം ഞാൻ പറയാം. പരീക്ഷയുടെ തലേന്നാൾ പഠിക്കുന്ന 90% പുതിയ കാര്യങ്ങളും ഹിപ്പോ ക്യാമ്പസിന് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറഞ്ഞാൽ തലേന്നാൾ എന്തൊരു പഠിത്തമായിരുന്നു സാർ, ഒന്നും കിട്ടില്ല. നേരെ മറിച്ച് ഇനിയാണ് നമ്മൾ ഈ ടെക്നിക്കൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനെ പറയുന്നത് സ്പേസിംഗ് ടെക്നിക് എന്നാണ്. അങ്ങനെ വേണമെങ്കിൽ ഒരു പേരിടാം. അങ്ങനെ ഒരു പേരില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കാര്യം അങ്ങനെ നോക്കിയാൽ 10 വിഷയമാണ് ഉള്ളത് പഠിക്കാനെന്നിരിക്കട്ടെ. ഇപ്പൊ SLC ഒക്കെ ആണെങ്കിൽ 9 വിഷയങ്ങൾ, ഒരു IT ഒക്കെ വിട്ടെ. ഈ 9 എണ്ണത്തിലും A+ കിട്ടലാണല്ലോ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഒരു കാര്യം, അതിനും ഒരു കണക്കുണ്ട്. നിങ്ങൾക്കൊരു 4 മുതൽ 5 വിഷയം വരെ A+ സ്വാഭാവികമായി ലഭിക്കും. കാരണം അതിന് വലിയ പണിയൊന്നും വേണ്ട. അങ്ങനെയാണ് തലച്ചോറ് ചെയ്യുന്നത്. പക്ഷെ ഒരു 5 എണ്ണം, അതാണ് സാർ എൻ്റെ ഫുൾ A+ സ്വപ്നത്തെ തകർത്തത്. ഞാൻ ചോദിക്കും, ആ പ്രതികളെ നമ്മൾ ആദ്യം കണ്ടെത്തണം. ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക. എന്തെഴുതണം? നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ വിഷയം ഏറ്റവും മുകളിൽ എഴുതുക. അതിനുശേഷം രണ്ടാമത്തെ വിഷയമുള്ള എഴുതുക. 3, 4 ഇങ്ങനെ എഴുതി വെക്കുക. ഞാൻ 9 എണ്ണത്തിൽ 5 A+ ഓൾറെഡി കിട്ടുന്ന 4 എണ്ണം കിട്ടാത്ത ഒരു മാതൃക SLC-കാരനെയാണ് എടുക്കുന്നത്. അവൻ അത് എഴുതി വെക്കുന്നു. ഇത് +2-കാർക്ക് വേറെ തരത്തിൽ കാണാം, ഡിഗ്രിക്കാർക്ക് വേറെ കാണാം. ഞാൻ 8ാം ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യം ഒരു വിഷയം. ഇനി രസകരമായ കാര്യം, ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, വേർ യു സ്റ്റാൻഡ് നൗ എന്നത് ആദ്യം അറിയണം. എനിക്ക് 10 അധ്യായങ്ങൾ പഠിക്കാനുണ്ടെന്നിരിക്കട്ടെ ഫിസിക്സ്. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇപ്പോൾ സ്മൈൽ നടക്കുന്നുണ്ട് ചില സ്കൂളിൽ. ഇനിയിപ്പോൾ മോഡൽ എക്സാം വരും. നിങ്ങൾ പരീക്ഷ ഇതിന് ഫോക്കസ് ചെയ്യണ്ട. പരീക്ഷയെ നിങ്ങൾ ഫോക്കസ് ചെയ്യണ്ട എന്നാ പറഞ്ഞത്. തെറ്റിദ്ധരിച്ചിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പറയും, ആ രമേശ മാഷ് പറഞ്ഞതിന് പരീക്ഷയെ ഫോക്കസ് ചെയ്യണ്ട. ദയവേത് അങ്ങനെ പറയരുത്. ഞാൻ പറയുന്നത്, ഞാൻ പുതിയ ട്രാക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. പരീക്ഷ നടക്കട്ടെ, മോഡൽ എക്സാം നടക്കട്ടെ, നിങ്ങൾ IT എക്സാം നടക്കട്ടെ, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അത് നടക്കാം, അത് നിങ്ങൾ പഠിക്കുകയും വേണം. പക്ഷേ നമ്മൾ ഈ സ്ട്രാറ്റജി മാറ്റാൻ പോകുന്ന ചില വിഷയങ്ങളിലേക്ക് എങ്ങനെ മാറാം. അങ്ങനെ A+ നഷ്ടപ്പെടുന്ന ഒരു ഫിസിക്സിൽ നമ്മൾ കണ്ടെത്തുന്നു നമ്പർ 1 സക്സസ്. ഇനി ആ പുസ്തകം നമുക്ക് ഒരിക്കലും ഇഷ്ടമല്ല. മറ്റൊന്ന്, ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്ന അധ്യാപികയോട് പോയിട്ട്, ടീച്ചറെ എനിക്ക് ഫിസിക്സ് അധികം അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരു വിദ്യാർത്ഥിയും ചോദിച്ചായിട്ട് എനിക്കറിയില്ല. 20-25 വർഷം ഇംഗ്ലീഷ് പഠിപ്പിച്ച എന്നോട് ഒരു കുട്ടിയും വന്ന്, സാർ എനിക്ക് ഇംഗ്ലീഷ് വിഷമമുള്ള കുട്ടികൾ ചോദിക്കില്ല. നിങ്ങൾ ഇന്നെടുക്കേണ്ട തീരുമാനം. കേരളത്തിലെ അധ്യാപകരെല്ലാം ഏറെ സന്തോഷിക്കുന്ന എപ്പോഴെന്നറിയോ, ആ ഒരു കുട്ടി വന്ന് സംശയം ചോദിക്കട്ടെ.
അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കും. ഇന്ന് നിങ്ങൾ തീരുമാനമെടുക്കുന്നു, ഈ ഒറ്റ വിഷയം മാത്രമേ മാതൃകയായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഫിസിക്സ് എന്ന ഒരു സബ്ജക്ട് ഇതെന്നെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഏത് സബ്ജക്റ്റിലെ മാറ്റാം. സമയപരിമിതി കൊണ്ടും ഇതൊരു ദൃശ്യമാധ്യമത്തിലൂടെയാണല്ലോ, ദൃശ്യശ്രാവ്യ മാധ്യമത്തിലൂടെയാണ് നമ്മൾ കാണുന്നത്, നേരിട്ടല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫിസിക്സ് എന്ന വിഷയത്തെ, എവിടെയാണ് പ്രശ്നം? ഫിസിക്സിലല്ല പ്രശ്നം, ഫിസിക്സിന് അധ്യാപകനല്ല പ്രശ്നം, ഫിസിക്സിന്റെ ടെക്സ്റ്റ് പുസ്തകത്തിലല്ല പ്രശ്നം, ഫിസിക്സോടുള്ള നിങ്ങളുടെ സമീപനത്തിലാണ് പ്രശ്നം. ജീവിതത്തിൽ നമുക്ക് ചിലത് ഇഷ്ടമാണ്, ചിലത് ഇഷ്ടമല്ല. അത് ആർക്കും ബോധിപ്പിക്കാനൊന്നും പറ്റില്ല. ചിലർക്ക് വാഹനങ്ങൾ ഇഷ്ടമായിരിക്കും, ചിലർക്ക് വാഹനങ്ങൾ ഇഷ്ടമല്ല. ഇത് നിങ്ങൾ വ്യത്യസ്തമാണ്. ഇതേപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ഒരുപക്ഷെ നിങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയ അധ്യാപകൻ വന്നു. നിങ്ങൾ ആദ്യം അത്ഭുതത്തോടെ അയാളെ നോക്കും, പിന്നീട് സ്നേഹത്തോടെ നോക്കും, പിന്നീട് അറിയാതെ നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഇത് തന്നെയാണ് വിഷയത്തോടുള്ള സമീപനവും. ഈ ഇഷ്ടപ്പെടൽ എന്നൊരു പദ്ധതി ന്യൂറോൺസിനെ ഒരു വസ്തുയെ ഇഷ്ടപ്പെടുന്നതും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നതും ഒരു വിഷയത്തെ ഇഷ്ടപ്പെടുന്നതും ഒരേപോലെയാണ്. ഇതൊരു മനോഹരമായ ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രോഗ്രാം പോലും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇത് കുറേ ആളുകൾ അറിയട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഫിസിക്സ് എന്ന പുസ്തകത്തെ, ആ സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. എങ്ങനെ ഇഷ്ടപ്പെടും? എങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുക? കാണുമ്പോൾ, 2 തൊടുമ്പോൾ. അത് 5 ഇന്ദ്രിയങ്ങൾ വഴി ഏതൊരു വസ്തുവിനെയും കൂടുതൽ സമയം നിങ്ങൾ നോക്കിയിരുന്നാൽ നിങ്ങൾ അത് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, പബ്ജി കളിക്കുന്ന, ഫ്രീ ഫയർ കളിക്കുന്ന, മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ഒട്ടേറെ പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവർക്ക് പുസ്തകത്തെ ഇഷ്ടമല്ല. കാരണം അവരുടെ ഇഷ്ടം ആ പറയുന്ന കളികളിലാണ്. എന്നാൽ ചിലർക്ക് പാട്ട് ഇഷ്ടമാണ്, ചിലർക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ്, ചിലർക്ക് കളികൾ ഇഷ്ടമാണ്, ചിലർക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്. ഇതൊക്കെ നിയന്ത്രിക്കുന്ന, ആ ഇഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രത്യേക രാസവസ്തു, ന്യൂറോ കെമിക്കൽ നിങ്ങളുടെ ബ്രെയിനിലുണ്ട് മക്കളെ. അതാണ് ഡോപ്പമൈൻ. പഠനവും ഡോപ്പമൈനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. എന്നെ പഠിപ്പിച്ച കരുണാകരൻ മാസ്റ്റർ 7ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ മലയാളം എനിക്ക് ഏറെ ഇഷ്ടമായി. പിന്നീട് ഞാൻ മലയാള സാഹിത്യത്തിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷനും അതിലാവശ്യമായ എല്ലാം പാഠം പഠിക്കാൻ എനിക്ക് സാധിച്ചു. കാരണം ആ ടീച്ചറോടും ഇഷ്ടമാണ്, വിഷയത്തോടും ഇഷ്ടമായത്. ഇതിൽ ഒട്ടേറെ കുട്ടികൾക്ക് ചില ഇഷ്ടമായിരിക്കില്ല ടീച്ചറെ, എന്തോ കാരണമായിരിക്കാം. ചിലപ്പോൾ എപ്പോഴോ വഴക്ക് പറഞ്ഞ ടീച്ചറായിരിക്കും, ടീച്ചർക്ക് നിങ്ങൾ ഇഷ്ടമായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ടീച്ചറോടുള്ള ദേഷ്യം വിഷയത്തോടുള്ള ദേഷ്യമാവും. എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാം. ദുബായിൽ നിന്ന് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇതേപോലെ അറിഞ്ഞിട്ട് ഒരാൾ എന്നെ വിളിച്ചു. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു മനുഷ്യനാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം, മനുഷ്യ, എനിക്കൊരു കാര്യം, എൻ്റെ മകൻ 10ാം ക്ലാസ്സിലാണ്, ഇവിടുത്തെ ഇന്ത്യൻ സ്കൂളിലാണ്. അവൻ കണക്കിൽ എപ്പോഴും തോറ്റുകൊണ്ടേയിരിക്കുന്നു, ബാക്കിയെല്ലാം ഓക്കെയാണ്, മാഷിക്ക് അവനെ രക്ഷപ്പെടുത്താൻ പറ്റും. ഞാൻ പറഞ്ഞു അവന് ഫോൺ കൊടുക്കും. അവൻ ദുബായിലാണ്, ഞാൻ കേരളത്തിലാണ്. ഞാൻ 3 ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ. മോനെ, നിനക്ക് 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ എവിടെയോ പഠിപ്പിച്ചൊരു കണക്കധ്യാപകനോട് അകാരണമായ വെറുപ്പുണ്ടായിരുന്നില്ലേ? അവൻ അറിയാതെ പറഞ്ഞു യെസ് സർ. എങ്കിൽ നമുക്ക് അതിൻ്റെ സ്ട്രാറ്റജി ഒന്ന് മാറ്റാം. അങ്ങനെ അതിന് വേണ്ടുന്ന കുറെ കോച്ചിങ് 3-4 പ്രാവശ്യം ഓൺലൈൻ കൗൺസിൽ ചെയ്തു. രസകരമായ കാര്യം, ആ സ്കൂളിലെ, ഇന്ത്യൻ സ്കൂളിലെ ബെസ്റ്റ് മാത്സ് മാർക്ക് വാങ്ങിയിട്ട് അവൻ വന്നു എന്നുള്ളതും പിന്നീട് എനിക്കൊരു ഗിഫ്റ്റുമായ രക്ഷിതാവ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതൊക്കെ സാധ്യമാണ്, ഇറ്റ്സ് പോസിബിൾ. അതിന് വേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡോപ്പമൈൻ ഫ്ലോ, എങ്ങനെയാണ് നമുക്ക് വിഷമമുള്ള വിഷയത്തെ ഇഷ്ടപ്പെടാം എന്നതിനെ മാറ്റുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലും പറയുന്നത്. കഥകളില്ല, കുറെ അനുഭവങ്ങൾ മാത്രം. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫിസിക്സ് എന്ന പുസ്തകം, ഈ വിഷയത്തെ നമുക്ക് ഇനി എങ്ങനെ ഇഷ്ടപ്പെടാം? ഞാൻ ഫിസിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് വിഷയമാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, ഇനി A+ കിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്നത്, അതിനൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. കുറച്ച് ന്യൂസ് പ്രിന്റ് വാങ്ങിച്ചു കൊടുക്കുക തൻ്റെ മകന്. ന്യൂസ് പ്രിന്റ് പേപ്പർ അറിയാലോ, അധികം പൈസ ഒന്നും ചിലവില്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി A4 തന്നെ വേണമെങ്കിൽ യു ക്യാൻ ടേക്ക് A4. ഈ കുട്ടി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇപ്പോൾ നല്ലൊരു പഠന സമ്മർദ്ദത്തിലായിരിക്കും അവൻ. അതുകൊണ്ടൊരു ഗുണമുണ്ട്, നമ്മളൊരു വളരെ സീരിയസ് ആയ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളും അലർട്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറ്. ആ സമയത്തുള്ള പഠനത്തിന്റെ വേഗത വളരെ കൂടും. നിങ്ങൾ ഒരു കാട്ടിലൂടെ പോകുന്നതായി വിചാരിക്കുക. മണി 4 മണി കഴിഞ്ഞു. നിങ്ങൾക്കറിയാം ഒരു 6 മണിക്ക് ഇരുട്ടാവും. അതിനു മുമ്പ് കാടിന്ന് പുറത്ത് കടക്കണം. നിങ്ങൾക്ക് വഴിയറിയാം. നിങ്ങളുടെ യാത്ര പിന്നെ എങ്ങനെയായിരിക്കും? മെല്ലെ ആയിരിക്കില്ല, അതിവേഗത്തിൽ നിങ്ങളുടെ എല്ലാ അവയവങ്ങളും അതിശക്തമായി പ്രവർത്തിക്കും. അപ്പോൾ ഏറ്റവും പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിലെ, ഞാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടേണ്ട ഹൈപ്പോതലാമസ് എന്ന ഭാഗമാണ്. അത് മെസ്സേജ് കൊടുക്കും, രമേശ എഴുന്നേക്കൂ, വളരെ വേഗം നടക്കൂ,
അത് കോർട്ടിസോളിനെ കൂട്ടുന്നു, അത് നമ്മുടെ ഹാർട്ട് ബീറ്റിനെ കൂട്ടുന്നു, ചുരുക്കത്തിൽ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമ്മൾ ആ ടെക്നിക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ശാന്തം, അവിടെ ധൃതി ആവശ്യമില്ല. നിങ്ങൾ ഈ നോസ് പ്രിന്റ് വലതു ഭാഗത്ത് വയ്ക്കുന്നു. ഏത് പരീക്ഷ നിങ്ങൾ എഴുതാൻ പോലെ ഏത് മഷി കൊണ്ടാണ് എഴുതുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നീലമഷിയെ കൊണ്ടാണ് എഴുതുന്നെങ്കിൽ നീലമഷിയുടെ പെന്ന് മാത്രമേ ഇനി എഴുതാവൂ. ഇനി കറുത്ത മഷിയുടെ പെന്നാണെങ്കിൽ കറുത്ത മഷി. ചില കുട്ടികൾ കറുത്ത മഷി ഇഷ്ടപ്പെട്ട് പരീക്ഷാ ഹാളിൽ നീലമഷി കൊണ്ട് എഴുതേണ്ടി വന്ന് A+ നഷ്ടപ്പെട്ട കഥ എനിക്കറിയാം. കാരണം നിങ്ങളുടെ തലച്ചോറ് അങ്ങനെ ഒരു മണ്ടനാണ്. അവന് ചിലപ്പോൾ ചില പ്രണയങ്ങൾ നിങ്ങളെ അപകടത്തിലാക്കും. അതാണ് കറുത്ത മഷിയോടുള്ള പ്രണയം നീല മഷിയിൽ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് വിഷമമാണെന്നാണ് നിങ്ങളുടെ ബ്രെയിൻ പറയുന്നത്. ഒരിക്കലും തൻ്റെ ഇഷ്ടത്തിൽ നിന്ന് മാറാൻ ഇഷ്ടപ്പെടാത്ത ഒരു അവയവമാണ് തലച്ചോറ്. ഞാൻ ആവർത്തിക്കട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടത്തിൽ നിന്ന് മാറാൻ ഒരിക്കലും ഈ കക്ഷി സമ്മതിക്കില്ല. അതിന് ഇംഗ്ലീഷുകാരൻ മനോഹരമായൊരു പേര് പറഞ്ഞു, കംഫർട്ട് സോൺ, സുരക്ഷിതമായ ഇരിപ്പിടം. അതായത് നിങ്ങൾക്ക് രാവിലെ മുതലേ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അവിടുന്ന് മാറാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വലത് കൈ കൊണ്ട് പല്ല് തേക്കുന്നത് ഒരു ദിവസം ഇടത് കൈ കൊണ്ട് തേക്കാൻ ഇഷ്ടമല്ല. ആലോചിച്ച് നോക്കും. നിങ്ങളുടെ നടത്തത്തിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ടേബിളിലെ കസേര ഒന്ന് തന്നെ ആയിരിക്കും, അത് മാറാൻ ഇഷ്ടമല്ല. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന നമ്മുടെ തലച്ചോറിന്റെ കണി. നമ്മൾ ഫിസിക്സിനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഇഷ്ടപ്പെടാൻ പറഞ്ഞാൽ കക്ഷി പറയും വേണ്ട വേണ്ട എനിക്കിഷ്ടമല്ല. അപ്പൊ പറയാം ഇഷ്ടപ്പെടുന്നൊന്നും വേണ്ട, നമുക്കൊരു പുതിയ പരിപാടി തുടങ്ങാം. ഈ പുതിയത് അറിയാൻ നമ്മുടെ തലച്ചോറിന് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് പുതിയ പരിപാടി? ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, ഞാൻ ഫിസിക്സിന്റെ ടെക്സ്റ്റ് വെക്കുന്നു. നിനക്ക് വിരോധമില്ലല്ലോ? ഇല്ല സാർ. ബ്രെയിൻ പറഞ്ഞു കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു ഫിസിക്സിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുക്കുന്നു. ഉദാഹരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആവട്ടെ. ഞാനൊരു ഫിസിക്സ് അധ്യാപകനല്ല, എങ്കിലും ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വന്നതാണ്. അതെടുത്ത് നോക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ പറയുന്നു അധിക സമയം നോക്കരുത്, ഇത് അപകടമാണ്, നിനക്ക് ഇഷ്ടമല്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ പറയാം കുഴപ്പമില്ല. അതായത് ആന്തരിക സംഭാഷണത്തെ എതിർക്കരുത്. ആന്തരിക സംഭാഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, അല്ലയോ തലച്ചോറെ ഞാനൊരു കാര്യം ചെയ്യട്ടെ. അപ്പോൾ അവൻ പറയും ചെയ്തോളൂ ചെയ്തോളൂ, എന്താ ആവശ്യം? ഇതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ളതിന് മലയാളം വൈദ്യുത കാന്തിക പ്രേരണം. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഞാൻ അതൊന്നും ഇവിടെ എഴുതിക്കോട്ടെ. അപ്പോൾ ബ്രെയിൻ പറയും കുഴപ്പമില്ല, എഴുതിക്കോളൂ എഴുതിക്കോളൂ. അങ്ങനെ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് എഴുതുന്നു. എന്നിട്ട് തൻ്റെ ആ കറുത്ത മഷിയോ നീല മഷിയോ ഒരു അണ്ടർലൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ തലച്ചോറെന്ന മണ്ടൻ അവൻ അറിയാതെ ഒരു ഡോപ്പോമൈൻ ഫ്ലോ ചെയ്യും. ശ്രദ്ധിക്കണം, ഒരു ചെറിയ ഡോപ്പോമൈൻ. അപ്പൊ അവനോട് പറയുന്നു നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് നിർവചനം ഒന്ന് എഴുതി നോക്കിയാലോ? അതിന് നിനക്കത് അറിയില്ലല്ലോ. കുഴപ്പമില്ല, ഞാനൊന്ന് എഴുതട്ടെ. എഴുതിക്കോളൂ. നിങ്ങൾ ആ നിർവചനം ഒരിക്കൽ എഴുതുന്നു. അപ്പോഴും നിങ്ങൾ ഡോപ്പോമൈൻ കുറച്ച് കുറച്ചായിട്ട് പമ്പ് ചെയ്യുന്നു. സന്തോഷമുണ്ടാക്കുന്ന ഹോർമോണാണ് ഡോപ്പോമൈൻ. അപ്പോൾ എഴുതി ഉടനെ പറയും ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് ബ്രെയിൻ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. അവൻ അവൻ്റെ ഇഷ്ടത്തിൽ വിടുന്നു. ആ ദിവസം തന്നെ പഠിക്കരുത്. രണ്ടാം ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരേ സമയം ഇന്ന് 7 മണിക്കാണെങ്കിൽ രണ്ടാം ദിവസം ഒരു 7 മണി തന്നെ തിരഞ്ഞെടുക്കുക. അതായത് ഇത്തരം സ്പെഷ്യലൈസ്ഡ് ലേണിങ്ങിന്, അതായത് A+ സ്ട്രാറ്റജിക്ക് ഒരു നിശ്ചിത സമയം മാറ്റി വെക്കുക. നിങ്ങൾ സ്ഥിരം പരീക്ഷയ്ക്ക് പഠിക്കുന്നതൊക്കെ ഇനി പഠിച്ചോളൂ, ഞാൻ അതിന് എതിരല്ല, കാരണം സമയം അത്രയേ ഉള്ളൂ. ഇനി നേരത്തെ ഇനിയും പരീക്ഷ വൈകുന്ന കുട്ടികൾക്ക് അത് ഉപയോഗിക്കാം. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത്? അടുത്ത സമയം 7 മണിക്ക് തന്നെ ഇരിക്കുന്നു. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഒരു മാസമെങ്കിൽ അവരെ കൂടെ നിൽക്കുക. ഒരു 7 മണിക്ക് തന്നെ ഇവനെ അവിടെ കൊണ്ടിരുത്തുക. അന്ന് അവന് സ്വയം ഒരു ശീലം ഉണ്ടാവില്ല. മോനെ മാഷ് പറഞ്ഞല്ലേ 7 മണിക്ക് ഇരിക്കാം. എന്നിട്ട് ഉടനെ ഇതേ ചാപ്റ്ററിന് എടുക്കണം, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലെ നിർവചനം ഒന്നും കൂടെ എഴുതാം. അപ്പൊ ബ്രെയിൻ പറയും കുഴപ്പമില്ല, ഒന്നും കൂടെ എഴുതിയാലോ? അങ്ങനെ 2, 3, 4 പ്രാവശ്യം പഠിക്കരുത്. നിങ്ങൾ എഴുതുമ്പോൾ അറിയാതെ നിങ്ങളുടെ ഡോപ്പോമൈൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ പറയും മോനെ എഴുന്നേക്ക്, 7 മണിയായില്ലേ, നമുക്ക് പഠിക്കാലോ. എന്താണ്? ഫിസിക്സ്. അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഇതൊരു 10 ദിവസം കഴിയുമ്പോഴേക്ക് ആ വിഷയത്തിന്റെ മെമ്മറി കൂടും. ഇനി പറയുന്ന രഹസ്യം മറ്റൊന്നുമല്ല, ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു ഫ്രിക്ഷൻ ഇല്ലാതെ, റെസിസ്റ്റൻസ് ഇല്ലാതെ, പ്രതിരോധമില്ലാതെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ തലച്ചോറ് ഞാൻ ഈ പറഞ്ഞ ഹിപ്പോ ക്യാമ്പസിൽ റെക്കോർഡ് ചെയ്യും. പക്ഷെ ഇത് കുഴപ്പം, ഇത് ഒരാഴ്ച, ഒരു 5-6 ദിവസം കഴിയുമ്പോൾ മറക്കും. ഉടനെ 6-7 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒന്നിരിക്കാം. ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പഠിച്ചത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. എന്തിനെന്നറിയാമോ? നമ്മുടെ തലച്ചോറ് അതിനിടയിൽ ഒരുപാട് പുതിയ കാര്യം പഠിച്ചിട്ടുണ്ട്. ഈ ഫയൽ എവിടെയുണ്ട്? അപ്പൊ ഒന്നും കൂടെ ഓർമ്മിക്കാൻ ഈ ഫയൽ എടുത്തു വയ്ക്കുന്നു. അതായത് ഒന്നും കൂടെ ആ ഫയൽ എടുത്തു വയ്ക്കുന്നു. അപ്പോൾ 6 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതന്നെ പഠിക്കുന്നു. അപ്പൊ കുറച്ചായി പഠിക്കുമ്പോൾ വേറെ സംഭവം ഉണ്ടാവും, അത് ഞാൻ പറയാം.
ഇങ്ങനെ ഓരോന്ന് പഠിച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പരീക്ഷ അടുത്ത് വരുമ്പോൾ ഈ സംഭവങ്ങൾ അവിടെ റെക്കോർഡായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എഴുതി പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു എത്ര എഴുതി പഠിക്കണം? നിങ്ങൾ എത്ര എഴുതണ്ട, അല്പം എഴുതി പഠിക്കുമ്പോൾ തലച്ചോറിന്റെ മറ്റൊരു പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഈ കക്ഷിക്ക് എവിടെയാണോ ഡോപ്പാമൈൻ കിട്ടുന്നത് അങ്ങോട്ടേക്ക് അവൻ പോകും. അവന് ഫിസിക്സിൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഉടനെ ടീച്ചർ അടുത്ത് പോവാ, ടീച്ചറെ ഈ വർഷം പരീക്ഷയ്ക്ക് വരുന്ന ഇക്കൊല്ലം 10ാം ക്ലാസ്സൊക്കെ പുതിയ ടെക്സ്റ്റാണ്, എന്നാലും ഒരു പ്രധാനപ്പെട്ട 3-4 ചോദ്യങ്ങൾ പറഞ്ഞുതരാമോ? ആ ടീച്ചർ അടുത്ത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഡോപ്പാമൈൻ വീണ്ടും പ്രവർത്തിക്കും. ഇനി ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. കുഴപ്പമില്ല മതി, യു ആർ ലേണിംഗ്, യു ആർ ലേണിംഗ്. അടുത്ത് നമ്മൾ കൊടുക്കേണ്ടത്, രക്ഷിതാക്കൾ എന്താ ചെയ്യേണ്ടത്? അവനൊരു കുറച്ച് അച്ചീവ്മെന്റ് നേടുമ്പോൾ ഒന്ന് പുറത്ത് തട്ടുക. കാരണം റിവാർഡ് ഹോർമോൺ കൂടിയാണ് ഈ ഡോപ്പമൈൻ. അപ്പൊ ഇവൻ ചിന്തിക്കും, കുഴപ്പമില്ല, ഞാനത് പഠിച്ചല്ലോ. അങ്ങനെ കുറച്ച് കുറച്ചായി ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താ അറിയോ? നിങ്ങളുടെ പഴയ റെക്കോർഡഡ് ഫയൽസ് ഒക്കെ ഈ കക്ഷി പുറത്തെടുക്കും. അതായത് എപ്പോഴോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ കക്ഷി പുറത്തെടുക്കും. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ എന്നെ സ്ഥിരം കാണുന്ന എൻ്റെ പ്രേക്ഷകരെ മാറ്റി നിർത്തിയാൽ, ഇന്ന് 195 ആളുണ്ടല്ലോ, ഇതിലൊറ്റ ചോദ്യം, ഈ പുതിയ ആൾക്കാരാണ് എന്നെ എങ്ങനെയാണ് ഇനി ഓർമ്മിക്കുക? നിങ്ങൾ ഓർമ്മിക്കുന്നത് ഒരു ക്ലാസ് എടുത്ത, ഒരു സൂം പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്ത ചുവന്ന, അല്ലെ അതായത് ഏതാണ്ട് ചുവന്നോ, ഈ ഷർട്ട് ഇട്ട ഒരു അധ്യാപകൻ, കണ്ണട വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് കറുത്ത തടിച്ച ഒരു മീശയുണ്ട്. ഇതാണ് നിങ്ങൾ ഓർക്കുന്നത്, ആണല്ലോ? ഇനി ഈ ഓർമ്മ അവിടെ റെക്കോർഡായി കിടന്നു. ഇനി എന്നെ നേരിട്ട് കണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾ ഈ മുഖം എവിടെയോ പരിചയമുണ്ട്. മെമ്മറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായോ? ഈ രീതിയിലാണ് മെമ്മറി വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഡോക്ടർ ഡാനിയൽ ജെയ്മൻ പറയുന്നത്. 10 ലക്ഷത്തോളം ആൾക്കാരുടെ സ്റ്റഡി ചെയ്തിട്ടാണ് അതിന്റെ പെറ്റ് സ്കാനും fMRI സ്കാനും എടുത്തിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഉറക്കം അതിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത്. ഇതിന്റെ പ്രോസസ്സ് മനസ്സിലായല്ലോ. അതായത് പെർട്ടിക്കുലർ സമയത്ത് പെർട്ടിക്കുലർ വിഷയം തന്നെ നമ്മൾ പഠിക്കാൻ ഇഷ്ടപ്പെടുക. അങ്ങനെ ഫിസിക്സ് ഒരുവിധ ലെവലായാൽ ഗോ ടു ദ നെക്സ്റ്റ് സബ്ജക്ട്. അങ്ങനെ വേറെ രസം അറിയോ, നിങ്ങളൊരു പഠനത്തിന്റെ മാത്രം ഈ ഒരു മേഖലയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ഇഷ്ടങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റുള്ള ഇഷ്ടങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ മറ്റുള്ള ഇഷ്ടം കുറയുമ്പോൾ അവിടെ നമുക്ക് കൂടുതൽ വിഷയങ്ങൾ പഠിക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭയപ്പെടുത്തരുത്, ദേഷ്യപ്പെടുത്തരുത്, പകരം പ്രചോദിപ്പിക്കുക. നിങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെട്ടാൽ അന്നേരം അമിഗ്ഡാല ട്രിഗർ ചെയ്യും. അമിഗ്ഡാല ട്രിഗർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ അപകടം, നിങ്ങളുടെ പഠനത്തെ തകർക്കുന്ന നമ്മുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്കയുടെ തൊട്ട് മുകളിലുള്ള അഡ്രിനൽ ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന കോർട്ടിസോൾ കൂടും. കോർട്ടിസോൾ ഭയത്തിൻ്റെതാണ്. എത്രത്തോളം കോർട്ടിസോൾ കൂടുന്നോ അത്രത്തോളം കുട്ടിയുടെ പഠനം ഇല്ലാതാവും. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ സ്നേഹിക്കും. നിങ്ങൾ അവരെ ഭയപ്പെടുത്തിയതുകൊണ്ടൊന്നും നടക്കില്ല. പക്ഷെ ഞാനൊക്കെ ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയിൽ പലപ്പോഴും കുട്ടികളോട് ഉയർന്ന് സംസാരിക്കും. പക്ഷെ അടുത്ത നിമിഷം ഞാൻ അവരെ സ്നേഹിക്കും. കാരണം അത് അധികം നിൽക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്നേഹം പദ്ധതി പോലും നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ ആഹാരമാണ്. വിഷയത്തിലേക്കൊക്കെ വരുന്ന സമയപരിമിതി കൊണ്ട് ഇപ്പം 47 മിനിറ്റായി. അതായത് നമ്മൾ ഈ ഉറക്കം എന്ന് പറയുന്നത് ഇതിന് ബന്ധിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എങ്ങനെ പഠിക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങൾ എന്നോട് ചോദിക്കാം. അങ്ങനെ ഇനി ആദ്യത്തെ കാര്യം, ഇനി ഉറക്കം നമ്മുടെ പഠനത്തെ സ്വാധീനിക്കുന്നത്. ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പോലും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നുകൊണ്ട് അതെങ്കിലും പഠിക്കും. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത് മുതൽ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് വരെ നിങ്ങളുടെ തലച്ചോറിൽ ഒരുപാട് സ്പന്ദനങ്ങളുണ്ട്. അതിനെ ഓരോ വേവ്സ് എന്ന് പറയാം. ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് ഗാമ വേവ്സ്, ഏറ്റവും അലർട്ടായ വേവ്സ്, വളരെ ഫ്രീക്വൻസി ഉണ്ട്. പിന്നെ ബീറ്റ, പിന്നെ ആൽഫ. അത് കഴിഞ്ഞ് നിങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ ഒരു പെർട്ടിക്കുലർ സമയത്ത് അവിടെ ഒരു തീറ്റ വേവ്സ് ആക്ടിവേഷൻ നടക്കും. ആ സമയത്ത് നിങ്ങൾ കൊടുത്ത മുഴുവൻ വിശ്വാസങ്ങളും അത് നേടിത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഉറങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും വിഷമമുള്ള ഒരു വിഷയത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് കിടക്കുക. 1. 2, നിങ്ങൾ മാർക്ക് കൂടുതൽ, നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഫുൾ A+ ആണോ, അതൊക്കെ കിട്ടിയതായി വിശ്വസിക്കുന്ന ഒരു ചിത്രം ഉണ്ടാക്കുക. പേര് ഇപ്പോൾ കൃഷ്ണൻ എന്നാണെങ്കിൽ ഐ ആം ആൻ A+ സ്റ്റുഡൻറ് എന്ന് കൃഷ്ണൻ എഴുതുന്നു. പറ്റുമെങ്കിൽ അവൻ്റെ ഫോട്ടോ വെക്കുന്നു, അവിടെ അവന് കിട്ടുന്ന ഒരു മൊമെന്റോ വരച്ചു വെക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഒരു മണ്ടൻ പരിപാടിയല്ലേ? അല്ല. നിങ്ങൾ അത് വരച്ചു വെച്ച് മനസ്സിൽ വിശ്വസിച്ച് ഒന്ന് ഉറങ്ങുന്നു. ഈ തീറ്റ വേവ്സിന്റെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ
അത് അച്ചീവ് ചെയ്യേണ്ട എല്ലാ വഴികളും നിങ്ങളുടെ തലച്ചോറെടുക്കും, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ. അത് കഴിഞ്ഞ് നിങ്ങൾ ദീർഘമായ ഉറക്കത്തിലേക്ക് വരുമ്പോൾ ഡെൽറ്റ വേവ്സ് എന്ന് പറയും. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ മതിമറന്നുറങ്ങുന്നു. പരീക്ഷാ സമയത്ത് നമുക്ക് നഷ്ടമാകുന്നത് ഈ മതിമറന്നുറങ്ങലാണ്. നിങ്ങൾ മതിമറന്നുറങ്ങണം. മുഴുവൻ സമയമല്ല, ആ ഉറക്കത്തിന്റെ ആ സൈക്കിൾ 5 സൈക്കിളാണ്. ആ ഒരു സൈക്കിളിൽ അത് ഉറങ്ങിയേ പറ്റും. എന്നിട്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നു. ഇനിയാണ് അടുത്ത രസകരമായ കാര്യം. എഴുന്നേറ്റ ഉടനെ മറ്റൊന്നും ചിന്തിക്കരുത്. എഴുന്നേറ്റ ഉടനെ നിങ്ങൾ നേടിയ A+, അത് നിങ്ങൾക്കുണ്ടാക്കുന്ന സന്തോഷത്തെ വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ചങ്കൂറ്റത്തോടെ പറയുക, ഐ എം എൻ A+ സ്റ്റുഡൻറ്. പലരും പറയുന്നത് ഒരു മണ്ടത്തരാണ്. അത് പറയാൻ മക്കളെ പ്രേരിപ്പിക്കണം. എന്നിട്ട് അങ്ങനെ പറയുമ്പോൾ ഈ തീറ്റ വേവ്സ് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് 5 മണി മുതലാണ്. അത് ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ നടക്കുന്നത് 3:30-ക്കാണ്. രാവിലെ 3:30 മുതൽ ആണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുന്നേൽക്കരുത്. ഇപ്പം ഞാനൊക്കെ 3:30-ക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ്. കാരണം ആ തീറ്റ വേവ്സിന്റെ ഏറ്റവും ആക്ടിവേഷൻ ഉപയോഗിക്കുന്ന ഒരാളാണ്. കാരണം ഞങ്ങൾക്ക് 5 മണി മുതൽ നമ്മൾ ഓൺലൈൻ സെഷൻ ആരംഭിക്കും. അപ്പൊ ഈ തീറ്റ വേവ്സ് ആക്ടിവേഷൻ നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? അന്ന് തലേന്നാളൊക്കെ എപ്പോഴും പഠിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട മുഴുവൻ മെമ്മറികളും ഈ കക്ഷി ഈ ഫയൽസ് എടുത്തോണ്ടിരിക്കും. ഹീസ് ക്ലൻസിങ് ദ ഫയൽസ്. അതുകൊണ്ട് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കാമെന്ന് നമ്മോട് പറയുന്നത് സുബഹ് നിസ്കാരം അതിനാണ്, രാവിലെ അമ്പലങ്ങൾ തുറക്കുന്നതിനാണ്. അതുകൊണ്ട് രാവിലെ നിങ്ങളുടെ സ്പാൻ ഓഫ് ടൈം ഒരു 5-ന് തുടങ്ങി 6 മണി വരെ ദയവ് ചെയ്ത് രക്ഷിതാക്കൾ ആ സമയത്ത് കുട്ടിക്ക് മൊബൈൽ കൊടുക്കരുത്, അവനെ TV കാണിക്കരുത്. ഇനി എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന, വരുന്ന പരീക്ഷ വരെ പത്രം വായിക്കരുത്. നിങ്ങൾ ചോദിക്കും ലോകം അറിയണ്ടേ? SLC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് എന്തിനാ ലോക വിവരം? നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കി കഴിഞ്ഞു. കാരണം നിങ്ങൾക്ക് മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ഒഴിവാക്കലാണ് നല്ലത്. പക്ഷെ സാധ്യമല്ല. നിങ്ങളുടെ അതിലൊക്കെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പാഠങ്ങളുടെ എല്ലാ യൂട്യൂബുകൾ പാഠങ്ങളൊക്കെ കാണുക. നിങ്ങൾ അതിനെ യൂസ് ചെയ്യുക. അല്ലാണ്ട് അതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. അതിന് പേഴ്സണലൈസ്ഡ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യം വരും. അങ്ങനെ നിങ്ങൾ ആ സമയത്ത് ആ രാവിലത്തെ 6 മണി വരെ നിങ്ങൾ പഠിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന സമയമാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ആ സമയത്തായിരിക്കണം നമുക്ക് ഏറ്റവും വിഷമമുള്ള വിഷയം പഠിക്കുന്നത്. ഉറങ്ങുന്നതിന് മുമ്പും ഉറങ്ങുക. അപ്പൊ ഒരു കുഴപ്പമുണ്ട്. ആദ്യഘട്ടത്തിൽ ഉറങ്ങുന്നതിന് മുമ്പും ഏത് വിഷയം പഠിക്കാൻ ശ്രമിച്ചാലും വിഷമമുള്ള വിഷയമാണെങ്കിൽ എളുപ്പം ഉറങ്ങും. അതുകൊണ്ട് രക്ഷിതാക്കളെ ഇവരുടെ കൂടെ നിന്ന് ഈ ഉറക്കം ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ ആ ഉറക്കമില്ലാതാവും. ക്ഷമ വേണം. വി നീഡ് പേഷ്യൻസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഈ എങ്ങനെയാണ് ഈ മെമ്മറി വർക്ക് ചെയ്ത് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ ഹിപ്പോ ക്യാമ്പസ് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് മെമ്മറി ഉണ്ടാകുന്നത്. ആ മെമ്മറിയെ നമ്മൾ റിട്രീവ് ചെയ്തെടുക്കുകയാണ് പരീക്ഷകൾ ചെയ്യുന്നത്. ഓർമ്മയുണ്ട്, പക്ഷെ അത് വരുന്നില്ല. അതിന് കാരണം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പിൽ ഒക്കെ ഈ ഓർമ്മ നമുക്കൊന്ന് കൊണ്ടുവരണം. അതുകൊണ്ട് ഇനി ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ ശേഷം ഒന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ വിഷയങ്ങൾ ഇപ്പോൾ പരീക്ഷ ഒക്കെ വരുമ്പോൾ തലേനാളെ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. ഇപ്പോഴേ ഡേറ്റുകൾ വന്നു, ഗ്യാപ്പുകൾ ഉണ്ടാവും. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ രാവിലെ ഉച്ചക്കൊക്കെ പരീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ആ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. ആ ഗ്യാപ്പുള്ള സമയമൊക്കെ ശരിക്കും ഉപയോഗിക്കണം. എങ്ങനെയാ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളെ പോയിന്റ്സ് വൈസ് എഴുതിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കുറിപ്പുകൾ, ഈ കുറിപ്പുകളുടെ ഓർമ്മകളാക്കി മാറ്റുക. അതായത് എപ്പോഴും നമ്മളോട് അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരമ്മ ചെറിയ കുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ വിട്ടുപോകാത്തതുപോലെ നിങ്ങൾ ഈ വിഷയത്തെ പ്രണയിക്കുക, ഇഷ്ടപ്പെടുക. അപ്പൊ അതിനുള്ളൊരു പ്രോസസ്സാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. നിങ്ങളുടെ സ്പാൻ ഓഫ് അറ്റൻഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. പല കുട്ടികളും ചെയ്തൊരു മണ്ടത്തരം രക്ഷിതാക്കൾക്ക് അറിയുമെന്നറിയില്ല. പുസ്തകം വായിക്കാൻ കൊടുക്കും. എത്ര സമയം വായിക്കാൻ പറ്റും? 25 മിനിറ്റ്. 25 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ പോയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങൾ മടുത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒരു മൊബൈൽ ഫോണിലൊക്കെ ആയിരിക്കും ഇത് കാണുന്നുണ്ടാവുക. മക്കളെ കുറച്ചുകൂടി ഇരിക്കും. ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തരത്തിൽ നമ്മൾക്കറിയാലോ, ഈ എന്താ പറയുന്നത്, ഈ നമ്മുടെ സ്പേസിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ഉറക്കം എന്ന് പറയുന്നതിനൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ പരീക്ഷയുടെ മുമ്പിൽ അല്ലെങ്കിൽ പരീക്ഷയുടെ തൊട്ടടുത്ത ദിവസം, തലേ ദിവസം, ഒരു ആഴ്ച മുമ്പേ ഒക്കെ നമ്മുടെ ബ്രെയിനിന് കൊടുക്കേണ്ട പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. കാരണം അതിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങളെ മെമ്മറിക്ക് അത് എടുക്കാൻ പറ്റൂ. കാരണം ചെറിയ സമയം കൊണ്ടാണല്ലോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഗൗരവം അതിന് കൊടുക്കണ്ട. നിങ്ങൾ സ്പേസിങ്ങിന് മാക്സിമം ടൈം 25 മിനിറ്റ്സ് ആണ്. അത് ഞാൻ കണ്ടുപിടിച്ചതല്ല. അത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ഡി സിറില്ലോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച പൊമോഡോറോ ടെക്നിക്കാണ്. പൊമോഡോറോ എന്ന് പറയുന്ന വാക്കൊക്കെ ജപ്പാനീസ് ആണ്.
അതിനൊക്കെ കാര്യത്തിലൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾ ഒരു 25 മിനിറ്റ് നേരം പഠിക്കുക, ടേക്ക് ബ്രേക്ക് ഫോർ 5 മിനിറ്റ്സ്. വീണ്ടും ഒരു 25 മിനിറ്റ് പഠിക്കുക, അതിനുശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, 25 മിനിറ്റ് പഠിച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് ആണ് നിങ്ങൾ അപകടം. ഈ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റിട്ട് അടുക്കളയിൽ അമ്മയുടെ അടുത്ത് വെള്ളം കുടിക്കാൻ പോയാൽ നിങ്ങൾ തിരിച്ചു വരില്ല. മറ്റൊന്ന്, പുറത്തേക്കൊന്ന് നടക്കാൻ പോയാൽ തിരിച്ചു വരില്ല. ഈ സമയത്താണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്നത്. ആ സമയത്ത് പിന്നെ നിങ്ങൾ തിരിച്ചു വരില്ല. അത് ഓർക്കേണ്ടത് കൊണ്ടാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സമയത്ത് ഈ കക്ഷിക്ക് വെള്ളം എല്ലാം അവിടെ എത്തിച്ചു കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ കുട്ടികളെ വഴക്ക് പറയല്ല വേണ്ടത്. ആ 25 മിനിറ്റ് 5 മിനിറ്റ് ബ്രേക്ക് വരുമ്പോൾ അടുത്ത വിഷയത്തിലേക്ക് മാറാം. ഈ ഒരു സ്പെഷ്യൽ ഒരു കോച്ചിങ് എന്നതിലാണ് ഞാൻ ഇത് പറഞ്ഞത്. അങ്ങനെ ഒരു ഒരു 2-3 വിഷയങ്ങൾ കഴിയുമ്പോൾ അടുത്തതിലേക്ക് മാറാം. ദാറ്റ് സ്പേസിംഗ് ടെക്നിക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണം ഉപയോഗിക്കാം. അതിന് എന്തെങ്കിലും പേഴ്സണലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അത് കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായി അതെങ്ങനെ വേണമെന്ന് എന്നാൽ കഴിയുന്ന സമയം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരുപക്ഷെ ഇതിൽ യാനത്തിലെ അംഗങ്ങൾ എൻ്റെ സെഷനിൽ വരുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഒരു ഭാഗമായ അമിഗ്ഡാലയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന് തൊട്ടിപ്പുറമുള്ള VTA എന്ന് പറയുന്ന വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടെന്നും ആ ഏരിയയിലെ അങ്ങോട്ട് നമ്മൾ വിടുന്ന ഡോപ്പമൈൻ ആണ് പരീക്ഷയ്ക്ക് മാർക്ക് നേടിത്തരുന്നത്. മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഡോപ്പമൈൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുന്നത്. ഇപ്പൊ തന്നെ കുറച്ച് ആൾക്കാർ ഈ ക്ലാസ് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ചിലരും അടുത്തവരുണ്ടാവും. അത് അവരുടെ ഡിപ്പെൻഡ്സ്. ഈ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? അവിടെ ഡോപ്പമൈൻ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങൾക്കൊരു ഗെയിം, ഒരു റീൽ നോക്കുമ്പോൾ നമുക്ക് നിർത്താൻ തോന്നാത്തത്. ആ ഡോപ്പമൈൻ ഫ്ലോ പല ക്വാളിറ്റി ഉണ്ട്, പല ഡെൻസിറ്റി ഉണ്ട്. ആ ഡെൻസിറ്റികളെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഇനിയുള്ള 2 മാസം നിങ്ങൾ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ 1 മാസം നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് എന്താ? നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് വികാരങ്ങളെ ഒന്ന് നിയന്ത്രിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. വികാരങ്ങളുടെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പലതരത്തിലുള്ള അസ്വസ്ഥത വരുന്നു. പക്ഷെ അതിനൊന്ന് നിയന്ത്രിക്കുന്ന ചില ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഫോക്കസ് ചെയ്യാൻ വേണ്ടത്. ഈ പരീക്ഷയെ സംബന്ധിച്ചാണ് പറയുന്നത്, മറ്റു ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടല്ല, അത് വ്യത്യസ്തമാണ്. അതായത് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ്. അത് വിഷയങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവാം. ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. രണ്ടാമത്തത്, കണക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ, കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ഡയഗ്രാംസ്, അത് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യണം. രണ്ടാമത്തെ, ഫോമുലകൾ ഉണ്ടാവും, അത് ചെയ്യണം. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം വളരെ സമർത്ഥരായ അധ്യാപകരാണ് ഇപ്പോൾ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ആ അധ്യാപകർ പറഞ്ഞു തരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിക്കണം. ടീച്ചർ ഹിന്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയും. അധ്യാപകർ പറയുന്ന ചോദ്യങ്ങളൊന്ന് നോക്കണം. ഇനി ഇത് നമ്മൾ നോക്കുന്നതോടൊപ്പം അത് എന്തായാലും ചെയ്യണം, ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ക്വസ്റ്റ്യൻ, അതൊരു യുദ്ധത്തിൽ നമ്മൾ പോകുമ്പോൾ ശരിക്കും വാർ സ്ട്രാറ്റജി എന്നാണ് പറയുക. യുദ്ധം തുടങ്ങുന്ന ഒരു ദിവസമല്ല, അതിനു മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവും. എത്ര ശത്രുക്കളുടെ എണ്ണം, ഇതൊക്കെ ഇന്റലിജൻസ് കൊടുത്തിട്ടുണ്ടാവും. അതിന് കണക്ക് ഈ ഗ്രൂപ്പ് എങ്ങനെ പോകണം, ഏത് വെപ്പൺ എടുക്കണം എന്നൊക്കെ നേരത്തെ ട്രെയിൻഡ് ആണ്. അല്ലാതെ ഒരു ദിവസം രാവിലെ ഒരു കുറെ തോക്കും എടുത്ത് കുറെ ആൾ പോകലല്ല യുദ്ധം. അതാണ് നമ്മളിപ്പോൾ സാധാരണ പരീക്ഷയ്ക്ക് പോകുന്നത്. അതിനിപ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വാരിയറായി മാറുക, അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് എ കമാൻഡോയി മാറുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ വിഷയങ്ങളെ ഒന്ന് ഓർഗനൈസ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഇത് ഡെയിലി റിവിഷൻ ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഈ നമ്മുടെ ഹിപ്പോ ക്യാമ്പസിലേക്ക് ഇത് കുറച്ച് അമ്മ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, ഒന്ന് ഉരുട്ട് കൊടുക്കില്ല. കുറച്ച് കൊടുത്തിട്ട് അവനെ ഒന്ന് താലോലിച്ച് അവൻ അങ്ങോട്ട് ഓടുമ്പോൾ അവനെ പിടിച്ചുകൊണ്ടുവന്ന് മെല്ലെ മെല്ലെ അവനറിയാതെ ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ ആയിരിക്കണം തലച്ചോറിനെ പഠിപ്പിക്കേണ്ടത്. ഈ അമ്മമാർക്ക് തട്ടിപ്പറയാം നിങ്ങളെ എങ്ങനെയാണ് ഭക്ഷണം കഴിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പല്ല് തേപ്പിക്കേണ്ടതെന്ന് അവർക്കറിയാം. അതുപോലെ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ, A+ കിട്ടാൻ നിങ്ങളുടെ തലച്ചോറിനെ നിങ്ങൾ ഹാക്ക് ചെയ്യണം. ഇറ്റ്സ് പോസിബിൾ. അപ്പോൾ അതിന് ചെയ്യണമെന്ന് ഡെയിലി റിവിഷൻ. അത് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് വീണ്ടും മറന്നു പോകുമ്പോൾ ഒരു വീക്കിലി റിവിഷൻ ഉണ്ടാകണം, ആഴ്ചയിൽ ഒരു ദിവസം. പിന്നീട് അതനുസരിച്ച് മന്ത്ലി ഇപ്പൊ സമയമില്ല ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നിട്ട് രസകരമായ കാര്യം, നിങ്ങൾ പല ചോദ്യങ്ങളുടെ ഉത്തരം എഴുതി നോക്കുമ്പോൾ തെറ്റുകൾ വരും. മിസ്റ്റേക്ക് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? MISTAKE. ആ വാക്കിൽ ഒരു വാക്ക് ഒളിഞ്ഞു കിടപ്പുണ്ട്, ടേക്ക്. ആ മിസ്റ്റേക്കിൽ നിന്ന് ചിലത് പഠിക്കാം. ഇനി ഒരിക്കലും എനിക്ക് ഭൂമിയുടെ അടുത്ത നക്ഷത്രം ഏത് എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യൻ എഴുതൂ, ഞാൻ ഒരിക്കലും ശുക്രൻ എഴുതില്ല. കാരണം ഞാനൊരു തെറ്റ് വരുത്തി. ഇത് പരീക്ഷയ്ക്ക് മുമ്പാവണം എന്ന് മാത്രമേ ഉള്ളൂ. തെറ്റ് വരുത്തി അത് ശരിയാക്കുക എന്നതാണ്, അല്ലെങ്കിൽ തിരുത്തി പഠിക്കുക എന്നുള്ളതാണ് ലേണിങ്ങിന്റെ മറ്റൊരു നിയമം. സോ മേക്ക് മിസ്റ്റേക്സ്, കറക്റ്റ് ദ മിസ്റ്റേക്ക്.
അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ വേറെ ചില സ്ട്രാറ്റജീസ് കൂടെ പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ സെന്റൻസ് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. സ്റ്റഡി വാട്ട് ഈസ് ആസ്ക്ഡ്, നോട്ട് സ്റ്റഡി വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ്. അതായത് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നാണ് പഠിക്കേണ്ടത്, അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളത് പഠിക്കലല്ല. 99% കുട്ടികൾക്ക് A+ നഷ്ടപ്പെടുന്നത് ഈ ഒറ്റ സെന്റൻസ് കൊണ്ടാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യം പഠിക്കാൻ പോകും. ഉദാഹരണം, വീട്ടിലെത്തുന്നു, അവൻ ഏതെങ്കിലും ഒരു പുസ്തകം എടുക്കുന്നു, അതവന് ഇഷ്ടമായിരിക്കാം. ആ ഇഷ്ടമുള്ള കാര്യം കുറച്ച് നോക്കുന്നു, ഇഷ്ടപ്പെടാത്ത കണക്കും സോഷ്യൽ സയൻസും ഫിസിക്സും ഈ കുട്ടിയെ നോക്കി കരയുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നും കൂടെ പറയാം, സ്റ്റഡി വാട്ട് ഈസ് ആസ്ക്ഡ്, നോട്ട് സ്റ്റഡി വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന ചോദ്യത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഇഷ്ടപ്പെട്ടതിലേക്ക് ശ്രദ്ധിക്കുന്ന ആ പരിപാടി ഒഴിവാക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇല്ല, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പൊമോഡോറോ ടെക്നിക് ഞാൻ ഒന്നും വിട്ടുപോയില്ല എന്ന് തോന്നുന്നു. മറ്റൊന്ന്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യം, നിങ്ങളുടെ ഒരു കുഴപ്പം, നിങ്ങളുടെ ക്ലാസ്സിലെ മിടുക്കനായ വിദ്യാർത്ഥി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും, അയ്യോ അവനെ പോലെ എനിക്കൊരു A+ കിട്ടണം. നടക്കില്ല. നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് ആരെയെന്നറിയോ? ഇന്നലത്തെ നിങ്ങളെ ഇന്ന് നിങ്ങൾ കമ്പയർ ചെയ്യണം. നാളെ ഇന്നത്തെ നിങ്ങളെ, അതായത് ഞാൻ എത്രത്തോളം സ്വയം പഠിച്ചു എന്ന് പറഞ്ഞാൽ ക്യാമറ നിങ്ങളിലേക്ക് തിരിക്കണം. അസാമാന്യമായ ഒരു കഴിവ് നിങ്ങളിലുണ്ട്. കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, അത് നിങ്ങൾക്ക് മാത്രം. ഈ പറയുന്ന കാര്യങ്ങളാണ് പൊതുവായി എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനമാണ്. നമ്മൾ ഓർക്കേണ്ടത്, ഗാന്ധിജി ഏറ്റവും നല്ല വിദ്യാർത്ഥി ആയിരുന്നില്ല, ഫുൾ A+ സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. പക്ഷേ ലോകം മാറ്റിമറിച്ച ഒരു വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ ഒരു മനുഷ്യ ഗാന്ധിജി മാറിയത് ഗാന്ധിജിക്ക് അതിഭീകരമായ ഒരു ചവിട്ടേറ്റപ്പോഴാണ്. ഇതിന് പറയാൻ കാരണം, ആ ചവിട്ട് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ മാറ്റമുണ്ടാക്കുന്നു, ന്യൂറോൺസിൽ പുതിയ ന്യൂറോൺസ് ഉണ്ടാവുന്നു. അതിനെ നമ്മൾ ന്യൂറോ ജെനസിസ് എന്നാണ് പറയുന്നത്. പുതിയൊരു തത്വശാസ്ത്രം ഉണ്ടാവുന്നു, ഗാന്ധിജി അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഓർക്കുക, നിങ്ങൾക്കും ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന്റെ ദിവസമായി കാണാം. അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ള കാര്യങ്ങൾ, ഒരു ഇൻട്രാക്ഷൻ കൂടെ നമുക്ക് ആയ ശേഷം നിർത്താം. കാരണം കൂടുതൽ പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുറയും. നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ഞാൻ നിങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു, രക്ഷിതാക്കളെയും കുട്ടികളെയും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. പൊതുവായ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറുണ്ട്, ക്യാൻ കോൺടാക്ട് മീ പേഴ്സണലി ത്രൂ വാട്സ്ആപ്പ് ഓർ ഇഫ് ഐ ഹാവ് ടൈം ഐ വിൽ ആൻസർ ഫോർ യുവർ ക്വസ്റ്റ്യൻസ് ഓർ ടു മിനിഷ്. ഏതായാലും വളരെ സന്തോഷത്തോടെ ഇത്രയും നിന്ന ഈ പ്രേക്ഷകർക്ക് എൻ്റെ അകമഴിഞ്ഞ നന്ദി. വളരെ വളരെ ഇൻഫർമേഷൻ കിട്ടിയ ഒരു സെഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്നോട് തന്നെ പറയായിരുന്നു, ഒരു 30 വർഷം മുന്നേ മാഷ കിട്ടിയത് നല്ലതായിരുന്നു. ഇതേ ചിന്തയായിരിക്കും ഇതിലുള്ള പേരൻസിനൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത കുട്ടികളടുത്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും മാഷ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ചോദിക്കാം. ഇനി പേരൻസിന് ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു എന്താ പറയാ, മാഷിനോടുള്ള ഒരു ആദരവ്, നമുക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്, അത് നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ ഒന്ന് കൊടുക്കാം. എല്ലാവരും ലൈക്കും അതേപോലെ നിങ്ങളുടെ സ്നേഹവും എന്ത് ചെയ്യാം. താങ്ക്സ്. അതിശക്തമായ ചുമയും ഒക്കെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് അല്പസമയം പോലും ചുമക്കാതെ ഇത് പറയാൻ സാധിച്ചതിന് താങ്ക്സ് ടു ദി യൂണിവേഴ്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് കുഞ്ഞുമക്കളുടെ ചിരി കാണാൻ സാധിക്കുന്നു. അവർക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും. 180 ആൾക്കാർ ഇപ്പോൾ ഈ വേദിയിൽ. ചാറ്റ് ബോക്സിൽ മാഷ് അപ്ഡേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതേപോലെ മാഷിന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട്. മാഷക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് മാഷക്ക് വാട്സപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. മാഷ് എന്ത് ചെയ്യും, പിന്നീട് നിങ്ങൾക്ക് അത് റിപ്ലൈ തന്നോളൂ. ഈ തിരക്കിനിടയിലും ഈ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു ഹെഡ് മാഷ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഹെഡ് മാഷ്മാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി ഇങ്ങനെ ഒരു പ്രോഗ്രാം പറഞ്ഞു തരാൻ കാണിച്ച മനസ്സിന് നമ്മുടെ എല്ലാവരുടെയും നന്ദി അറിയിക്കണം. അത് മാത്രമല്ല, ഇതേപോലത്തെ ഒരു പ്രോഗ്രാം വീണ്ടും ഒരു ദിവസം മാഷയുടെ സമയം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി കുറച്ച് പേര് ഇന്ന് ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടാവും മാഷെ. റിപ്പീറ്റഡ് പ്രോഗ്രാം ഉണ്ട്. അതെ,
ഏതായാലും ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരുപാട് മാസങ്ങളൊന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 4 5 മാസം കൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെയും അവരുടെ പേരൻസിനെയും എന്ത് ചെയ്യുക, ഈ സൂമിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഈ ലിങ്കൊക്കെ ഷെയർ ചെയ്ത ഒരുപാട് നമ്മുടെ യാനം അംഗങ്ങൾക്കുണ്ട്, അവർക്ക് ഒരു നന്ദി. കാരണം ഇല്ലെങ്കിൽ 10 200 പേരൊക്കെ 10 150 പേരൊക്കെ വരിക എന്ന ഗ്രേറ്റ് ഗ്രേറ്റ് ഓഫർ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു. ആർക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഇനിയിപ്പം മാഷെ കണ്ടിട്ട് പേടിച്ചിട്ടാണോ നിങ്ങൾ അൺമ്യൂട്ട്? മാഷോട് ചോദിക്കാൻ പേടിയായിരിക്കും മാഷ്. അത് കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലുമാണ്. അടിക്കാനൊന്നും വരാൻ പറ്റില്ല, ഡോണ്ട് വറി. Thank you, sir. Powerful class. ഓക്കെ, ആരാ പറയുന്ന? മോന്റെ പേരെന്താ? പവർഫുൾ എന്ന് പറഞ്ഞ മോന്റെ പേരെന്താ? ശ്രീജ എന്നൊരു ഡിവൈസ്. Abhinav. Abhinav. എവിടെയാണ് മോന്റെ സ്ഥലം? Abhinav. അഭിനവിന്റെ സ്ഥലം എവിടെ? കൂത്തുപറമ്പ്. എന്റെ ശിഷ്യനായിരിക്കും. ഏത് സ്കൂളാ പഠിക്കുന്നത്? GHS കൂത്തുപറമ്പ. സോറി, കുടുംബത്തില്ല, കൂത്തുപറമ്പ്. എന്റെ ബ്രെയിനിൽ കൂത്തുപറമ്പ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. സോറി. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ല്. എന്ത് തോന്നി ഇന്ന് കേട്ടിട്ട്? ഒരു ഫുൾ A+ കാരനായി മാറുമോ? യെസ്. ആത്മവിശ്വാസം കൂടിയോ? ആ. മോന് പഠിച്ചിട്ട് ആരാവണമെന്നാണ് ആഗ്രഹം? പോലീസ്. വെരി ഗുഡ്. ഒരു IPS ഓഫീസർ ആവട്ടെ. ഏതായാലും ഏത് വിഷയമാണ് ഒരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നത്? മാത്സ്. അപ്പൊ അത് എഴുതി പഠിക്കാൻ ശ്രമിക്കണം, ഒരിക്കലും വായിച്ചു പഠിക്കരുത്. മാത്സ് അധ്യാപകനെ ഇതുവരെ കണ്ടിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നോ? ആ. അപ്പൊ മാഷ് സഹായിക്കുന്നു പറഞ്ഞോ? ആ. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ താങ്ക് യു സർ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോ. അപർണ മേഡം ഹലോ, സംസാരിക്കും. എന്റെ പേര് അപർണയാണ്. നൈനേന്റെ മോളാ. ഓ ഗ്രേറ്റ്, ഓക്കെ. യു ആർ ഫ്രം ഡൽഹി നോ? ഞാൻ ഡൽഹിയിലാ. എനിക്കിപ്പോ വീഡിയോ ഓപ്പൺ ആക്കാൻ പറ്റില്ല, Tell പനിയായിട്ട്. your experience. എനിക്ക് താങ്ക്സ് പറയാനായിട്ടാണ് സാർ. കാരണം ഇപ്പൊ എക്സാം ഒക്കെ എടുത്തോണ്ടിരിക്കും, എന്റെ ഫൈനൽ ഇയറും കൂടിയാണ്. നല്ലൊരു ക്ലാസ് ആയിട്ട്, ലൈക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് തോന്നി. കാരണം എക്സാം എടുത്ത് കുറച്ച് ടെൻഷൻ ഒക്കെ ആയിട്ട്, ഫൈനൽ ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇപ്പൊ എങ്ങനെ മുന്നോട്ടേക്ക് എന്താവും, എങ്ങനെ തലച്ചോറിലെല്ലാം കയറ്റും എന്നൊക്കെ ഭയങ്കര ഒരു ഇതായിട്ട് ഇരിക്കുമ്പോൾ ഈ ക്ലാസ് കേട്ടപ്പം വെരി മച്ച് മോട്ടിവേറ്റഡ്. കാരണം എനിക്ക് മൺഡേ എനിക്കൊരു ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനെങ്ങനെ പഠിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരുന്നു സാറിന്റെ ഈ ഒരു ക്ലാസ് കേട്ട് ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുൾ ആണ് സാറിനോട് ഇപ്പൊ. താങ്ക് യു. താങ്ക് യു സാർ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഓൾസോ, ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തുനിന്നും. താങ്ക് യു സാർ. നെക്സ്റ്റ് പ്രകാശ് സാർ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഹലോ സർ, യെസ്, ഹു സ്പീക്കിംഗ്? ആരാണ്? ഞാന് നവതേജ് എന്ന് പറയുന്ന കുട്ടീന്റെ അമ്മയാണ്. എവിടെയാണ് സ്ഥലം? എന്റെ സ്ഥലം പാനൂര്. പറഞ്ഞോ. ആ, ഞാന് മകന്റെ കൂടെ ഇരുന്ന് ക്ലാസ് കേട്ട് മാഷോട് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിൽ. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോയി. കാരണം നല്ല നല്ല ഒരുപാട് ടീച്ചേഴ്സ് ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനും ഒരു അധ്യാപികയാണ്. അപ്പൊ എങ്ങനെ ഒരു കുട്ടീനെ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? സാറിന് ഒരുപാട് ഒരുപാട് നന്ദി. ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റിയത് ദൈവാനുഗ്രഹം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു UP സ്കൂളായിരുന്നു. ഇപ്പൊ ഒരു പോസ്റ്റിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇതിലാണുള്ളത്. ടീച്ചറൊക്കെ നമ്മളെ ഈ ഓർഗനൈസേഷനോട് അസോസിയേറ്റ് മോർണിംഗ് സെഷൻസിന്റെ ഓക്കെ മാഷ, എന്തായാലും എനിക്ക് മാഷ നേരിട്ട് കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ചെറിയ മോളെയും ഞാൻ പറഞ്ഞിട്ട് മോളെയും കൊണ്ട് മാഷ അടുത്ത് വരണമെന്നുണ്ട്. ഒരുപാട് മാറ്റം മാഷ്ക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മാഷ ഒരു ക്ലാസ് കൊണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അധിക കുട്ടികൾ ഈ മൊബൈൽ ഫോണിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇതിൽ നിന്ന് ആ കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അപ്പോ അതിന് മാഷപ്പോലത്തെ അധ്യാപകർ തന്നെ വേണം. ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ആത്മാർത്ഥത കുറവായിരിക്കാം. കുറച്ചൊക്കെ അധ്യാപകർക്ക് എനിക്കത് ഫീൽ ചെയ്തതാണ്. ചെറിയൊരു സ്വാർത്ഥത എവിടെയോ വന്നിട്ടുണ്ട്. പഴയ അധ്യാപകരിൽ നിന്നും വ്യത്യസ്തരാണ് ഇന്നത്തെ അധ്യാപകര്. അപ്പൊ നമ്മളെ മക്കളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, അവരെ ഭാവിയിലേക്ക്. നാളെ അവരെ ഇത് റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, നഷ്ടപ്പെടുത്തിയ ബാല്യത്തിനെ കുറിച്ച് ഓർമ്മിച്ചിട്ട്. അതുകൊണ്ട് മാഷ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ടീച്ചർ. ടീച്ചറൊക്കെ നമ്മളിത് വലിയ പ്രസ്ഥാനമാണ് യാനം. ഒരുപാട് ആൾക്കാരിലെ ഈ മൊബൈൽ അഡിക്ഷൻസ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, വെറുതെ പറയല്ല.
താങ്ക് യു. മാഷ് നേരിട്ട് കാണാൻ ഇപ്പൊ മകനെ കൊണ്ട് തീർച്ചയായിട്ടും എന്നെ വന്നാൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നൊക്കെ. കുറുമാത്തൂരാണ് ഞാൻ സ്കൂൾ. അന്ന് ഞാൻ വിളിച്ചാൽ ഓ, ശരി മാഷെ, താങ്ക് യു സോ മച്ച്. ഓക്കെ. ഗുഡ് ഈവനിങ് മാഷേ. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഓക്കെ, സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തു സാറേ. ആരാ സംസാരിച്ച് പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് പറഞ്ഞാരാ? മാഷെ ഗുഡ് ഈവനിങ് പറഞ്ഞ ഞാനാ, പക്ഷെ അതിനിടയിൽ ശബ്ദം കേട്ട് സുമേഷാണ്. ഓക്കെ സുമേഷ്. അല്ല ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ആ ടീച്ചറുടെ ഒരു എന്താ ഒരു സ്വയം വിമർശനം കേട്ടിട്ട് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് മാത്രം. കാര്യം ഇപ്പോഴത്തെ ടീച്ചിങ് സ്റ്റൈലിനെ കുറിച്ച് ടീച്ചർ തന്നെ പറഞ്ഞപ്പോ ഒരു സന്തോഷം. എന്നാലും ടീച്ചർ അത് ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിലും കൂടെ അത് പറഞ്ഞല്ലോ. ഓക്കെ. എനിവേ അതും ഒരു ഹെഡ്മാഷോട്. അപ്പൊ ഏതായാലും അത് നെഗറ്റീവായിട്ടല്ല, അത് പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, യാ ഫൈൻ. ബാക്കി കുട്ടികൾ സംസാരിക്കട്ടെ. ഡോക്ടർ സുമേഷ് ആണ്. സുമേഷ് ഞങ്ങളുടെ യാനത്തിന്റെ സ്വന്തമാണ്, എന്റെ സഹോദരൻ. നെക്സ്റ്റ് ഹു ഈസ് സ്പീക്കിംഗ്? ചോദ്യങ്ങളെ. ഹലോ സർ, Yes. ഞാൻ ഋത്തിക സുജിത്ത്. ഞാന് ജംഷഡ്പൂരിൽ താമസിക്കുന്നതാണ്. അപ്പോ എനിക്ക് ആക്ച്വലി അറ്റൻഷൻ സ്പാൻ ചിലപ്പോ കുറച്ച് കുറവ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ ഞാൻ +1 ഞാൻ പഠിക്കുന്നത്. അപ്പോ ദ മെത്തേഡ് ദാറ്റ് യു ടോൾഡ് us, ദ പൊമഡോറിയൻ മെത്തേഡ്, എനിക്ക് അത് കേട്ടിട്ട് ഐ തിങ്ക് ദാറ്റ് ഐ വിൽ ട്രൈ ഇറ്റ് ഔട്ട്. ബിക്കോസ് ഐ തിങ്ക് അത് ചെയ്താൽ എനിക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടും. പിന്നെ എനിക്ക് ആക്ച്വലി when I study, I like to explain myself ki ഇത് എന്താണ്, ഇത് എങ്ങനെയാണ്, ഇത് എന്താ പർപ്പസ് ആണ്, ഇഷ്ടമാണ്. അപ്പൊ I think you can understand Malayalam well, or can I speak in English? Which is better? മലയാളം അണ്ടർസ്റ്റാൻഡ് ആവും, എനിക്ക് പറയുമ്പോ കുറച്ച് ഇതാണ്. Don't worry. See, actually മോള് പറഞ്ഞ കാര്യം, ഈ പൊമഡോറോ ടെക്നിക് if you are applying, definitely your result will change. I think you are in the CBSE. ഇല്ല, ഞാൻ ICSE. You are in ICSE. Good. ഓക്കെ. ഇതിപ്പോ എല്ലാവരോടും ഞാൻ പറഞ്ഞത് ഈ പൊമഡോറോ ടെക്നിക്ക് വളരെ റെയർ ആയിട്ട് എല്ലാവർക്കും അറിയാം. ഒരു ഇറ്റാലിയൻ ഞാൻ പറഞ്ഞ സയന്റിസ്റ്റ് ആയ, ആക്ച്വലി അദ്ദേഹം വേറെ കാര്യത്തിൽ കണ്ടുപിടിച്ചാണ്. ഫ്രാൻസിസ്കോ സിറിലോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതായത് നമ്മുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ 25 minutes ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട് നിങ്ങൾ ഒരു ബ്രേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാര്യം. പക്ഷെ വെരി കെയർഫുൾ. ആ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു വരണം എന്നുള്ള മെസ്സേജ് കൊടുക്കാതിരുന്നാൽ വിൽ ബി അവേ. അതുകൊണ്ട് ആദ്യത്തെ ഒരാഴ്ചയൊക്കെ പൊമഡോറോ ടെക്നിക്, ഇപ്പൊ ഞാൻ ലൈഫ് കംപ്ലീറ്റ്ലി ഐ എം ടേക്കിംഗ് പൊമഡോറോ ടെക്നിക് വർഷങ്ങളായി. കാരണം ഞാൻ എൻ്റെ എല്ലാ 25 minutes കഴിഞ്ഞ് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു ഹാബിറ്റ് ആവും. സോ ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്. മോളെ ഡ്രീം എന്താ? വാട്ട്സ് യുവർ ഡ്രീം ടു ബിക്കം? എനിഹൗ ഐ ആം ഹാപ്പി ടു ഗെറ്റ് ഫ്രം മോളു ലൈക്ക് ഫ്രം ജംഷഡ്പൂർ, റൈറ്റ്? ഓക്കെ. എന്താണ് ഞാൻ ആക്ച്വലി ഐ ഹാവ് ടുക്ക് ആർട്ട് സ്ട്രീം ആൻഡ് എനിക്ക് ഫാഷൻ ഡിസൈനിങ് പിന്നെ ആനിമേഷൻ ഇത് രണ്ടിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ രണ്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ആർട്സിലെ എന്താ സബ്ജക്റ്റ് ആണ്, എക്കണോമിക്സ്, അത് എൻ്റെ മെയിൻ ബിസിനസ്സിൽ എൻ്റെ മൈൻഡ് സെറ്റ് ഇത് ഉണ്ടാവും. പിന്നെ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ജോഗ്രഫി, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദോസ് സബ്ജക്ട്സ്. ആരാണ് ലിങ്ക് ചെയ്തതെന്ന് അറിയില്ല. മൈ നമ്പർ ഈസ് ദേർ. You can directly talk me. I will specifically give you the which course you have to take. പക്ഷെ ഇത് നമ്മുടെ ലീന സുജിത്തിന്റെ മകളാണ്. ഓ താങ്ക് യു. താങ്ക് യു. അമ്മയെ അറിയാം, മകളും. ഓക്കെ, ഗുഡ്. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. So attend in the morning sessions. Yes sir, Hello? I will. Okay, next who is speaking? Next. Yes, hello. Hello? Yes, please. ആരാണ്? ഹലോ സർ, ഞാൻ ഇവിടെ വടകരയിൽ നിന്ന് ദിവ്യയാണേ. പറയൂ. എന്റെ മോൻ അലൻ ബ്രഹ്മനേവ് ഇപ്പൊ 10th പഠിക്കുകയാണ്. അപ്പൊ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാൻ പറ്റിയത്, സാറിന്റെ ക്ലാസ് പങ്കെടുക്കാൻ പറ്റിയത്. അപ്പൊ 8:10 ഞാൻ ജോയിൻ ചെയ്യുമ്പോ ക്ലാസ്സിൽ. അപ്പൊ ഇന്ന് രാവിലെ പോലും വേറെ രക്ഷിതാവ് എന്നോട് ഈ ഒരു ആശങ്ക പങ്കുവെച്ചിരുന്നു, 10ാം ക്ലാസ്സിൽ എന്താ ചെയ്യാന്നൊക്കെയുള്ള. അപ്പോ ഞാൻ പെട്ടെന്ന് ഈ ഒരു ലിങ്ക് കണ്ടപ്പോ അവർക്കും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ അവർക്കും കൂടി ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സംതൃപ്തി ഉണ്ട് എനിക്ക്. അപ്പൊ ഇതിന്റെ ഇടക്ക് എന്ന് വെച്ചാൽ നെറ്റ് കട്ടായിട്ടാന്ന് തോന്നുന്നു, പലതും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. ഇപ്പൊ ഈ ഒരു പഠിക്കേണ്ട മെത്തേഡ് പറഞ്ഞല്ലോ സാറ്, അപ്പൊ അത് കുറച്ച് വീഡിയോസ് കട്ടായി പോയി. പിന്നെയും ജോയിൻ ചെയ്തതാണ്. റെക്കോർഡ് ഉണ്ട്, ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലേക്ക് റെക്കോർഡ് ഉണ്ട്, ഈ പ്രോഗ്രാം റെക്കോർഡ് ഉണ്ടാവും. എന്നിട്ട്
ഞാനാണ് 8:10 ഞാനാണ് ജോയിൻ ചെയ്ത് കാണുന്നത്. മോൻ നൈറ്റ് ക്ലാസ്സും കഴിഞ്ഞ് 8:30 വരുമ്പോ. അപ്പോഴേ ഞാൻ ഇങ്ങനെ അവന് പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എത്രത്തോളം അത് മക്കളെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഇല്ലല്ലോ. അപ്പൊ സാറിന്റെ അടുക്കൽ നിന്നൊക്കെ ഉള്ള ഒരു ക്ലാസ് കിട്ടുമ്പോ അവൻ തന്നെ ഒരു ഇത് വരും. അപ്പൊ അവൻ വന്നു കഴിഞ്ഞപ്പോ കാണുമ്പോ വേറൊന്നിലും പോയില്ല, വേഗം ഈ ക്ലാസ് നന്നായി കേട്ടു അവൻ. ബാക്കിയുള്ള അപ്പം തന്നെ അവനൊരു ആത്മവിശ്വാസം വന്നതുപോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഉള്ളത് ഉള്ള നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാനും PSC ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് സാറ് പറഞ്ഞു തരും 25 മിനിറ്റ്സ് ആണ് ഇരിക്കേണ്ടത്. അപ്പൊ അതൊക്കെ ഞാൻ ഇവനും പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷെ എന്തോ ഇപ്പൊ നല്ലൊരു ലെവലുള്ള കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പം കുറച്ചെന്തോ മറ്റുള്ള കുട്ടികളോട് ഇതായിട്ട് എന്തോന്നറിയില്ല, ഇവൻ തീരെ ഡൗൺ ആയിട്ടുള്ള. അപ്പൊ അതിന്റെ ഒരു എല്ലാ രക്ഷിതാക്കളെ പോലെ വലിയൊരു ആശങ്കയിലാണ് ഉള്ളത്. ഭയങ്കര മാനസിക സമ്മർദ്ദം ഒക്കെയാണ്. അപ്പൊ സ്കൂളിൽ തന്നെ ഇവനെ കൗൺസിലിങ്ങിനെല്ലാം വിട്ടിന്. അപ്പൊ എന്നാലും കുട്ടികളെക്കാളും ഇപ്പം രക്ഷിതാക്കൾക്കാണ് ഭയങ്കരം. ഞങ്ങൾ കുറെ രക്ഷിതാക്കൾ പരസ്പരം ഒന്നും പറയണ്ട, അവരെന്തെങ്കിലും ചെയ്യും, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡിലാണ് ഞങ്ങൾ ഉള്ളത്. അപ്പൊ നല്ല സ്നേഹത്തോടു കൂടിയാണ് നിൽക്കുന്നത്. മനസ്സിലായല്ലോ എന്താണ് എങ്ങനെയാണ് ഇടപെടേണ്ടത് ഒരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾ ഇനിയെങ്കിലും അവരെ പറയണ്ട, അവര് എന്തായാലും വരും. അപ്പൊ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമുണ്ട്. ഈ ലിങ്ക് അയച്ചു തന്ന സുഹൃത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസ് എടുത്ത സാറിനും എന്റെ ഹൃദയംഗമായ നന്ദി. താങ്ക് യു. അതായത് അമ്മയുടെ തോട്ട് കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളതായിരുന്നു ഓർമ്മിക്കുക. തോട്ട് ക്യാൻ ട്രാവൽ. സോ നിങ്ങൾ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ദാറ്റ് വിൽ അഫക്ട് യുവർ ചൈൽഡ്. പ്ലീസ് ബി വെരി കെയർഫുൾ. ഓക്കെ താങ്ക് യു സർ. സാറേ, എനിക്ക് തോന്നുന്നു ഒരു പേരന്റ്സിന് ഒരു പേരന്റിങ്ങിന്റെ ഒരു ക്ലാസ് വെക്കുന്നത് കുറെ കൂടി ബെറ്റർ ആയിരിക്കും. തീർച്ചയായിട്ടും ഇവർക്ക് ലിങ്ക് കൊടുക്കും. ഐ എം റെഡി ടു ടേക്ക് എ സെഷൻ എക്സ്ക്ലൂസീവ് ഫോർ പാരന്റ്സ്. അല്ലേ? They don't know how to deal. ഹലോ വലിയൊരു പിന്നെ ആൾക്കാരുടെ റെസ്പോൺസ്. ഓക്കെ മാഡം പറഞ്ഞു. ഹലോ യെസ്, ചോദിച്ചോളൂ. ഒന്ന് അവതേജിന്റെ അമ്മേനും ആനന്ദേരിയിൽ ഓക്കെ പറഞ്ഞു. ഓന് കണക്കില് കുറച്ച് വിഷമം. ഒരാളെ സംസാരിക്കും. എന്താണ് കണക്കിന് കുറച്ച് വിഷമാണ്. അതെന്തെങ്കിലും പറഞ്ഞുതരാം. കണക്കിന് വിഷമം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ സെറ്റ് ഒരു മൈൻഡിന് കൊടുക്കുന്ന ഒരു ചിത്രമാണ് കണക്ക് വിഷമം. ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള വിഷയമാണ് ഈ പറയുന്ന കണക്കെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ കേട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകും. അവനൊരു കാര്യം ചെയ്യും, അവന്റെ കണക്ക് മാഷോട് ഒന്ന് മാഡം കൂടെ പോയി അവരോട് സംസാരിക്കുക. അതിനുശേഷം ഇവനെ കുറച്ച് 2-3 കണക്കുകൾ അവൻ ചെയ്ത് പഠിക്കട്ടെ. ഈ 2-3 കണക്കുകൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന്റെ സെൽസ് ന്യൂറോജെനിസിസ് എന്ന് പറയും, അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരും. പ്രത്യേകിച്ച് ഈ പറയുന്ന സ്പാൻ ഓഫ് ടൈം, ഈ പരീക്ഷയുടെ അടുത്താകുമ്പോൾ അതിന്റെ ട്രിഗർ കൂടും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പറ്റിയ രീതിയിൽ മാത്സ് ഇഷ്ടപ്പെട്ടിട്ട് പഠിക്കാൻ പറ്റും. ഒരു സഹായം ടീച്ചറോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾ അവൻ നന്നായി മാത്സിൽ A+ വാങ്ങുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, അവനോട് അത് പറയും. ശരി സാർ, താങ്ക് യു. ഹലോ സാർ. യെസ് പറഞ്ഞോളൂ. ഞാൻ എന്റെ മോക്കിന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. നൈറ്റ് ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പം. അതുകൊണ്ട് ക്ലാസ് ഇടയ്ക്ക് എനിക്ക് അവളെ കൂട്ടാൻ പോകേണ്ടതുകൊണ്ട് കുറച്ചു നേരം ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. പിന്നെ അവൾക്ക് പൊതുവെ കുറച്ച് മടിയാണ്, കുറച്ചൊന്നല്ല കുറച്ചധികം മടിയാണ് പഠിക്കാൻ. പിന്നെ അങ്ങനത്തെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു ടെൻഷനോ ഒക്കെ ഉണ്ടാവതേ ഇല്ല. മടിയാണ്, വായിക്കാനിരിക്കാനും അല്ല. ഞാനിങ്ങനെ ഇപ്പൊ മാഷ ക്ലാസ് കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇങ്ങനെ ഫോഴ്സ് ചെയ്യലുണ്ട്, പഠിക്കൂ. ആദ്യം മുതലേ പിന്നെ ഒരു ആബ്സെന്റ് മൈൻഡ് ക്ലാസ്സിന് ടീച്ചർ ചെറുതിൽ മുതലേ പറയുന്ന ഒരു കാര്യമാണ്. ആബ്സെന്റ് മൈൻഡ് വരുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്തായാലും ആബ്സെന്റ് മൈൻഡ് വരുന്ന ഒരു ഇത്. എന്താ ചെയ്യണം ഞാൻ അതിനൊരു ആൻസർ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങളുടെ ചിന്താഗതി മാറ്റുക. രണ്ട്, ആ മകളോട് കൂടുതൽ അടുത്ത് സംസാരിക്കുമ്പോൾ അവൾക്ക് എവിടെയോ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് അവളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചെറിയ കുഞ്ഞു പ്രശ്നങ്ങളായിരിക്കും. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സ്കൂളിൽ ഒരു കൗൺസിലർ ഉണ്ടാവും, കണക്ട് ദാറ്റ് കൗൺസിലർ. എന്തെങ്കിലും പേഴ്സണലി ആവശ്യമുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് മീ എ വാട്സ്ആപ്പ് മെസ്സേജ്. ഇതിന്റെ റെക്കോർഡിംഗ് കൗൺസിലിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ആക്കേണ്ടത്. നിങ്ങളുടെ തോട്ടൊന്ന് മാറ്റിയാൽ ഈ റെക്കോർഡ് ഒന്ന് 2-3 പ്രാവശ്യം കണ്ടുപോകും. ആയിക്കോട്ടെ. പഠിക്കാനൊരു താല്പര്യക്കുറവ്, അതാണ് മെയിൻ ആയിട്ട്. അതിന് കാരണം താല്പര്യക്കുറവല്ല, കുട്ടിക്ക് വേറെ താല്പര്യമുണ്ട്. അതെന്താണെന്ന് കണ്ടെടുത്താണ്. ആ ഡോപ്പാമൈൻ അങ്ങോട്ടേക്കാണ് ബീറ്റ് ചെയ്യുന്ന പോകുന്നത്. അതിന്റെ ക്വാളിറ്റീന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി.
പക്ഷെ അത് ഓക്കെ ചെയ്തെടുക്കാൻ സമയം. ഓക്കെ ഓക്കെ സാർ. താങ്ക് യു ഫോർ റെസ്പോൺസ്. താങ്ക് യു സാർ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. യെസ്, ഗുഡ് ഈവനിങ്. സാർ, എൻ്റെ മോള് 7th-ലാണ്. വെരി ഗുഡ്. അപ്പോ അവൾക്കുള്ള പ്രശ്നം വെച്ചാല് എഴുതി പഠിക്കുകയില്ല. എഴുതാൻ ഭയങ്കര മടി. അപ്പൊ ഒന്ന് പക്ഷെ എഴുതി അവിടെ നന്നായി പഠിച്ചാല് വേഗം മാഡം അവിടെ നന്നായി ചിത്രം വരയ്ക്കുന്നതാണോ? ചിത്രം വരയ്ക്കൊന്നുമില്ല. വേറെ എന്താ അങ്ങനെ പ്രശ്നമില്ലേ? പെയിന്റിംഗ് എല്ലാം ചെയ്യും. പെയിന്റിംഗ് എല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ. അതായത് അവരുടെ ആർട്ടിസ്റ്റിക് ഏരിയ അല്ലെങ്കിൽ ആ ഏരിയ ആക്ടിവേറ്റ് ആകുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ദാറ്റ്സ് ഗുഡ്. അത് പെട്ടെന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ആ ബ്രെയിനെ കുറിച്ച് ഒരു ചെറിയ സ്ട്രക്ചറിലുണ്ട്. അവരുടെ ആർട്ടിസ്റ്റിക് ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ അവർ വളരെയധികം പാഷനേറ്റ് പെയിന്റിംഗ് ആയി. അതുകൊണ്ടാണോ എഴുതി പഠിക്കാൻ അവർക്ക് ആ മടിയാന്ന്? ഏരിയ അവര് ഈ കിനസ്തെറ്റിക്കിൽ വർക്ക് ചെയ്യില്ല. അങ്ങനെ കുഴപ്പമില്ല. അത് ശരിയാക്കി എടുക്കാം. ഡോണ്ട് വറി. ഓ, പിന്നെ ഭയങ്കര ഒരു മടി, എല്ലാത്തിനും ഒരു മടി പഠിക്കാൻ. ആദ്യം നന്നായിട്ട് 98 ഒക്കെ മാർക്ക് വാങ്ങുന്ന കുട്ടി ഇപ്പോ ഒരു 40, 38 അങ്ങനെയൊക്കെ ആയിട്ട് കുറഞ്ഞു വന്നിന്. അവള് മൊബൈൽ അധികം ഉപയോഗിക്കുന്നുണ്ടോ? മൊബൈല്, പിന്നെ ടിവിയിലെല്ലാം ഇങ്ങനെ ഓരോ ഫിലിമെല്ലാം ഇങ്ങനെ കാണലാ പണി. അത് ഏത് ലാംഗ്വേജ് ഫിലിമാണ് കാണുന്നത്? ഇംഗ്ലീഷ് അറിയാം. വിച്ച് ടൈപ്പ് ഫിലിംസ്? അത് ഹൊറർ ആണോ അല്ല? ഹൊററല്ല, കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് റൊമാൻറ്റിക് പോലത്തെ എല്ലാം സീനെല്ലാം ചിലപ്പോ ഞാൻ കാണലുണ്ട്. 7th എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർക്ക് എവിടെയോ ഒരു കലാകാരി ആവാൻ പോകുന്നതാണ്. ആണോ? പക്ഷെ അത് എങ്ങനെയാ പഠിപ്പിലേക്ക് എങ്ങനെയാ തിരിച്ച് കൊണ്ടുവരണ്ടേന്ന് ഒരു. തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ വറി നിങ്ങൾ ആദ്യം മാറ്റണം. നിങ്ങളുടെ വറി കുട്ടികൾ ട്രിഗർ ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ കൂളായിട്ട് നിന്നാ ഒരു അങ്ങനെ തന്നെ അങ്ങ് പോകുന്നില്ലേ പഠിക്കാണ്ട്? നിങ്ങൾ ആ വറി നിർത്തൂ. നമുക്ക് അവരെ ശരിയാക്കി എടുക്കാം. കാരണം വെച്ചാൽ അവളുടെ ഒരു കാര്യം പറയാം. അവളെല്ലാം തുറന്നു പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അച്ഛനും അമ്മയും ആരാ? എന്റെ അടുത്ത് എല്ലാം പറയൂ. ഇതവിടെ ഈ പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ ഇപ്പൊ? ഇല്ല, അങ്ങ് TV കാണുന്ന. കുഴപ്പമില്ല. ഇത് കാണാതിരുന്നോണ്ടാണ്. ക്ലാസ്സിൽ വരാൻ പറഞ്ഞിട്ട് വന്നിട്ടേ ഇല്ല. വരില്ല. അങ്ങനത്തെ കുട്ടികളൊന്നും വരില്ല. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ സ്ഥലം എവിടെയാ? തലശ്ശേരി. ഓക്കെ. എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ ബസ്സിൽ നിന്ന് കണ്ടുപോകാം. ആ മോക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്. എവിടെയോ കുട്ടിക്ക് റെക്കഗ്നിഷൻ കിട്ടുന്ന സമയത്ത് അത് കൊടുത്തിട്ടില്ല. ഇവിടെയോ that you have to find it out. Okay. Thank you. Okay, thank you. ആ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യൂ and watch this report. Okay, sir. Thank you. Next question. I think the question is over. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. രാജീവ്. സാർ, ഞാൻ രാജീവാണ്, പെരിന്തൽമണ്ണയിൽ നിന്ന്. വൈഫിനെ വിളിച്ചിരുന്നു. അവര് കേട്ടിരുന്നു പരിപാടി? ഇല്ല സാർ, ഇന്ന് രണ്ടുപേരടുത്തും പറഞ്ഞതാണ്. അവരിപ്പം ഇതുവരെ കേറിയിട്ടില്ല. ഈ റെക്കോർഡ്സ് അയച്ചോളൂ. കാരണം അവരെന്നെ 20 minutes ആയിട്ട് സംസാരിച്ചിരുന്നു. ഓക്കെ. എന്തായാലും റെക്കോർഡ് അയച്ചു. അതായത് മോൻ നല്ലപോലെ ക്വിസിനൊക്കെ നല്ലപോലെ പോവായിരുന്നു. ഇപ്പം ആശാൻ ആകെ എന്താ പറയാ, മറ്റുള്ളൊരു ഗെയിം ഓവറായിട്ട് ഇപ്പൊ ഗെയിമിലാണ്. ഗെയിം വന്നാൽ പിന്നെ ഈ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ഡോപ്പാമിൻ അങ്ങോട്ട് ഫ്ലോ ചെയ്താൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടേൺ ഔട്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ന്യൂറോ സയൻസിന്റെ ഒരു ലേൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് സം സൊല്യൂഷൻസ്. എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം ഗെയിം അഡിക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവരാൻ ഭയങ്കര പണിയാണ്. ഇറ്റ്സ് വെരി ടഫ്. അതിന് കുറെ തെറാപ്പീസ് ഉണ്ട്. മാത്രമല്ല അവരെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ വേണം. പക്ഷെ നമുക്കതിന് പറ്റുന്നില്ല. ഈ എഡ്യൂക്കേഷൻ സമയത്ത് അത് പറ്റുന്നില്ല. ഇനിയോ ഒന്ന് അവനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന വിധത്തിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. രാജീവ് ഒന്ന് ഇടപെടും. ഓക്കെ, താങ്ക് യു സാർ. സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പിന്നെ മോൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പം ഒരുവിധം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഗെയിമിന് ഭയങ്കര ഗെയിം കളിക്കണം. ഗെയിം ഏതാണെന്ന് അറിയാമോ? ഫ്രീ ഫയർ ആണോ, പബ്ജി ആണോ? അങ്ങനെയൊന്നുമില്ല. മറ്റേ ഈ ഫുട്ബോളിന്റെ എല്ലാം ഗെയിം. ഫുട്ബോൾ ഗെയിംസ്, പ്ലേ ഗെയിംസ് കളിക്കും. കുറെ നേരം കളിക്കും വൈകുന്നേരം. പക്ഷെ വന്നു കഴിഞ്ഞ് ഇപ്പം രാത്രി ഉറങ്ങുന്നില്ല. 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് നിങ്ങൾ അത്രയും മൊബൈൽ കൊടുക്കണേ? അങ്ങനെ കൊടുക്കില്ല. പക്ഷെ കുറച്ച് സമയം വാശി പിടിച്ച് കരഞ്ഞിട്ട് എടുത്തിട്ട് പോകും. അതാ പ്രശ്നം. അത് അവന്റെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അവൻ നിങ്ങൾ പറഞ്ഞ കേൾക്കില്ല. അത് പിന്നെ ഇപ്പം വായിക്കാനെല്ലാം കുറച്ച് മടിയായി തുടങ്ങി. അവൻ ചിലപ്പോ പുസ്തകമൊക്കെ എടുത്ത് എറിഞ്ഞു കളയും. തീർച്ചയായിട്ടും ഭാവി അങ്ങനെ എത്തിയില്ലെങ്കിൽ ഭാഗ്യം. കാരണം അവർ കുറച്ച് വയലന്റ് ആവും. കാരണം അവരുടെ ഡോപ്പോമൈൻ വളരെ ഇപ്പൊ ആവശ്യപ്പെട്ട ഡോപ്പോമൈൻ ഫ്ലോ ചെയ്യും. നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കുന്നില്ലെന്ന് വെച്ചോ,
ഉടനെ ഈ ഡോപ്പമൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്രേവ് ആവും. അതിന് ക്രേവിംഗ് എന്ന് പറയാം. അത് എന്ത് ചെയ്യുന്ന റിയാക്ട് ചെയ്ത് പറയാൻ പറ്റില്ല. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട, അവനെ 2-3 ദിവസം മൊബൈൽ കൊടുക്കരുത്. അവൻ അക്രമാസക്തനായിക്കോട്ടെ, അവൻ ഭക്ഷണം കഴിക്കാതിരുന്നോട്ടെ, ഒന്നും ചെയ്യണം, അവനെ ഒബ്സർവ് ചെയ്യാം. ക്രമേണ ഡോപ്പമൈൻ്റെ ആ ക്വാളിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പല അമ്മമാരും കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുത്തു കൊടുക്കും. അപ്പൊ നീ പിന്നെ ഔട്ടാവില്ല. പിന്നെ അവന്റെ ബ്രെയിൻ മനസ്സിലാക്കാൻ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇന്നലെ രാത്രി ഇതുപോലെ ഒരുപാട് നേരം കരഞ്ഞു. ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല, പക്ഷെ കരഞ്ഞു കിടന്നുറങ്ങുക ഇത്. അതാണ് പക്ഷെ അത് ഒരാഴ്ചയെങ്കിലും കൊടുക്കരുത്. അവരെ ശ്രദ്ധിക്കണം. നേരം അവർ എങ്ങനെ റിയാക്ട് ചെയ്ത് എനിക്ക് പറയാൻ പറ്റില്ല. പൊതുവെ മൊബൈൽ അധികം യൂസ് ചെയ്യാൻ കൊടുക്കുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയാത്തതാണ്. പക്ഷേ എത്ര രക്ഷിതാക്കൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് കൊടുക്കണം. ഇത് കൊടുത്ത് ഡോപ്പമൈൻ അങ്ങോട്ട് അവനൊന്നൊരു പഠിക്കേണ്ട സാധനത്തിലേക്ക് അത് മാറ്റുവാണ്. ഇപ്പൊ ഞാനും നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം. വി ആർ വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. ഒരുപാട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അതുകൊണ്ട് വരുന്നു. മാഷെ നമസ്കാരം. യെസ് അഭിലാഷ്. യെസ്, ഞാനേ എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. എൻ്റെ മക്കൾ ഇപ്പൊ രണ്ടാൾ, മൂത്താള് ഇപ്പൊ BBA പഠിച്ചുകൊണ്ടിരിക്കുക, +2 കംപ്ലീറ്റ് ചെയ്ത്. നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം ഇവരിലുണ്ടായ ഒരു പഠനത്തിൽ ആ ചെറിയ ക്ലാസ്സുകളിലെല്ലാം ഫുൾ മാർക്ക് മേടിക്കുന്ന ഒരു രീതിയായിരുന്നു. ഈ 2021 ശേഷം ഈ മൊബൈൽ ഫോണിലൂടെയുള്ള പഠനത്തിന് വേണ്ടിയിട്ട് മൊബൈൽ കൊടുത്തതിന് ശേഷം പിന്നെ തിരിച്ച് ആ ഒരു പഠന നിലവാരത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അത് നമ്മൾ നിർബന്ധിച്ച് ഈ മൊബൈൽ മാറ്റി വെച്ചാൽ പോലും അതെങ്ങനെയെങ്കിലൊക്കെ കണ്ടുപിടിച്ച് അത് വീണ്ടും അത് കൈക്കലാക്കുക എന്നുള്ള ഒരു ഇതിലാണ്. നിർബന്ധിച്ച് നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ശീലമാണ് പൊതുവിലുള്ളത്. അതുകൂടാതെ ഇപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഈ മൊബൈൽ എടുത്തിട്ട് ആ ഒരു മാഷ് പറഞ്ഞ പോലത്തെ ആ ഒരു വയലന്റ് മൂഡ് തന്നെയാണ് ഉള്ളത് മൊബൈൽ കിട്ടാതെ വരുന്ന സമയത്തും. ഇതില് ഇതിൽ പെൺകുട്ടികളെ രക്ഷിതാക്കൾ എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. അവരൊന്ന് ചെക്ക് ചെയ്യണം. അവർ ഈ ഗെയിം അല്ല കാണുക. പെൺകുട്ടികൾ BTS കൊറിയ എന്ന് പറഞ്ഞൊരു ബാൻഡ് കാണുക. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. BTS കാണുന്ന കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ, നിങ്ങൾക്കൊരു നോർമൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റില്ല. സെയിം ഇത് തന്നെ. ഇറ്റ്സ് വെരി ടഫ്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം രക്ഷിതാക്കൾക്ക് അവയർനെസ് ഇല്ല. എനിക്ക് തോന്നുന്നു മിനീഷിന്റെ സജഷൻ നന്നാണ്. പാരന്റ്സിന് മാത്രം ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം, മേക്ക് ഇൻ എ ബിഗ് പ്ലാറ്റ്ഫോം. കാരണം ഇത് എത്രത്തോളം ഡേഞ്ചർ ആണെന്നല്ലേ പറയാം. ഞാനിപ്പോ എനിക്കൊന്ന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞാനൊരു more than 5,000 സ്റ്റുഡൻസോട് ഇന്ററാക്ട് ചെയ്തു ഡയറക്റ്റായിട്ട്. അതിൽ 80% അഡിക്ഷൻ ഉള്ളവരാണ്. കാരണം ഞാൻ PhD മേ ബി എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഡിക്ഷനാണ് ഈ ന്യൂറോ സയൻസിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് 40-50 ലെവലിലെ കുട്ടികളാണ് കളി. ആ 40-50 ലെവൽ എന്ന് പറഞ്ഞാൽ 5 വർഷം 3 വർഷമൊക്കെ ആയിട്ട് മിനിമം അവർ കളിക്കുന്നുണ്ട്. ഇത് രക്ഷ പറയുന്നില്ല. ആരെ മൊബൈലിൽ അമ്മ അതിരുന്നു, അമ്മയൊക്കെ ട്രാപ്പ് ആണ്, അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ പിന്നീട് എന്നോട് കൺഫ്യൂസ് സാർ ഞാൻ പ്രശ്നമാണ്, എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് മാസീവായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ വൈറൽ ഡിസീസ്. വാട്ട് ക്യാൻ വി ഡു? ഏരിയൽ സ്പ്രേ, വേറെ ഒന്നും വഴിയില്ല. ഈ ഫുൾ A+നേക്കാളും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാണ്, നോർമലി കുട്ടികളായി മാറുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഒരു ചലഞ്ചായിട്ട് ഇന്നത്തെ എല്ലാ പാരന്റ്സും ആഗ്രഹിക്കുന്നതാണ്. ഇപ്പൊ നമ്മള് വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഈ ഇത്തരം വലിയ ചലഞ്ചസ് ഒന്നും അന്ന് നേരിടേണ്ടി വന്നിട്ടില്ല എന്നുള്ള. പക്ഷേ അന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, നമ്മൾ അഡിക്റ്റ് ആവുമായിരുന്നു. അതെ, ഷുവറായിട്ടും. അല്ല, ഞാനൊരു ജസ്റ്റ് ഒരു ഇൻസിഡന്റ് ഓർത്ത് വെക്കുന്നതാണ്. അതെ, ഈ ഞാനും എൻ്റെ സിസ്റ്ററും തമ്മിൽ 4 ക്ലാസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ മാത്സിനോട് നമുക്ക് അന്നും ഇന്നും ഭയങ്കര പ്രശ്നമായിരുന്നുകൊണ്ട് മാത്സിൽ വളരെ വീക്കായിരുന്നു. അപ്പൊ എൻ്റെ സിസ്റ്റർ നന്നായിട്ട് പഠിക്കും, നല്ല മാർക്കൊക്കെ കിട്ടുന്ന ആളാണ്. ഒരു ദിവസം ഈ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ട് ഇവള് ഭയങ്കര കരച്ചില് വീട്ടിൽ വന്നിട്ട്. അപ്പൊ ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഞാനോർത്ത് ഇവള് തോറ്റുപോയിട്ടുണ്ടാവും ഓർത്ത്. അപ്പൊ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ 49ഉം 48ഉമാണ്. 3 മാർക്ക് കുറഞ്ഞു പോയിട്ട് ആണ് കരയുന്നത്. 1 മാർക്ക് ഒരു മാത്സ് ഫസ്റ്റിന്, 1 മാർക്ക് മറ്റേന്, 2 മാർക്കും കുറഞ്ഞു. നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് മൊബൈൽ നമ്പറിന്റെ അത്ര ഉള്ളു. അപ്പൊ നമ്മൾ ആ വിഷയമായിട്ട് നിൽക്കുമ്പോഴാണ് ആളെ ഈ 3 മാർക്ക് കുറഞ്ഞതിന് കരയുക. അപ്പൊ അന്നത്തെ വിഷയം അതല്ല, ഈ പറഞ്ഞ രീതിയിൽ എല്ലാം മാർക്ക് കിട്ടുക, എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാകുക എന്നുള്ളതായിരുന്നു നമ്മുടെ. ഇന്ന് പക്ഷെ കോമ്പറ്റീഷനായി മാറി. എല്ലാവരും മത്സരത്തിന്റെ ആ ഒരു ലോകത്താണ് ഉള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ആ മത്സരത്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ് ഇന്നത്തെ മക്കളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്
ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ എന്തായാലും മിനീഷ് പറഞ്ഞ പോലത്തെ ഒരു പാരന്റിങ്, പാരന്റ്സ് എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തിൽ മിക്കവാറും എല്ലാവരും എൻഗേജ്ഡ് ആയതുകൊണ്ട് അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ രണ്ടാളും വീട്ടിലില്ലാത്തൊരവസ്ഥ കൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊരു വിഷയം തന്നെയാണ്. ഏതായാലും മിക്കവാറും വീടുകളിലൊക്കെ അത്തരം പ്രശ്നമുണ്ട്. അഭിലാഷ് പറഞ്ഞ പോലെ ഒരു സൊല്യൂഷൻ ഗ്യാരണ്ടീഡ് ആണ്, ഉണ്ട്. പക്ഷെ എത്രത്തോളം അത് കോൺസ്പയർ വർക്ക് ചെയ്യുന്നില്ല. നോക്കാം. എനി ക്വസ്റ്റ്യൻസ്? മാഷെ, മക്കളെ പലരും അവരുടേതായ സ്റ്റാറ്റസ് സിമ്പിളാക്കി മാറ്റുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. എന്റെ വീടിന്റെ അടുത്ത് 4 ദിവസം മുന്നേ ഒരു 22 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നമ്മൾ ആ കുറിപ്പിൽ എഴുതി, എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല, പഠിച്ച ജോലി കിട്ടുന്നില്ല, ഇന്റർവ്യൂവിന് പോകാൻ തയ്യാറാവുന്നില്ല, പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന്റെ 10 മിനിറ്റ് മുന്നേ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്. കുട്ടികളുടെ മാനസികാവസ്ഥ അത്രത്തോളം ഭീകരാന്നുള്ളത് കുട്ടികളെ മാത്രം പറയാം. ഇപ്പൊ ഇന്നിപ്പോ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആൾ ആത്മഹത്യ കഫേ കോഫിയുടെ മരിച്ച പോലെ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൗ ഇറ്റ് ഈസ് ഹൈ പ്രൊഫൈലുള്ള ഹൈ സമ്പന്നന്മാരൊക്കെ പെട്ടെന്ന് വയ്ക്കാൻ കാണാം. ഈ സെയിം ഡോപ്പമൈൻ പ്രശ്നമാണ്. നമ്മുടെ ബ്രെയിൻ ആണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഞാൻ ഒറ്റപ്പെടും, എന്നെ എല്ലാവരും വെറുക്കും, ഞാൻ തെറ്റ് ചെയ്യുന്നൊക്കെ തോന്നുന്ന ചില തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന വിധത്തിലേക്ക് BTA ട്രിഗർ ചെയ്യും. ഞാനിപ്പോൾ എൻ്റെ റിസർച്ചിന്റെ അത് കൺസൾട്ടേഷൻ വരുമ്പോഴേക്കും അത് വരും. അപ്പോഴെനിക്ക് മനസ്സിലാവുന്ന എക്സാക്ട്ലി വി ക്യാൻ പ്രെഡിക്റ്റ് ഹു ഇസ് ഡൈ. നമ്മൾ ശരിയാക്കിയെടുക്കാം. എനിക്കറിയാം ഇപ്പോൾ എത്ര പേരെ പിടിക്കുന്നതല്ലേ, 110 ആണെങ്കിലും മേ ബി അവരുടെ കുട്ടികളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. 100%, നോട്ട് 99. സോ സ്ട്രാറ്റജീസ്. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് പ്ലീസ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. യെസ്, ഞാൻ യാനത്തിൽ രാവിലെ എല്ലാ ദിവസവും പങ്കെടുക്കുന്ന ഒരാളാണ്. എല്ലാ ദിവസവും ഇല്ലെങ്കിലും അധിക ദിവസം പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് കുറച്ച് ആൾക്കാർക്ക് ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. നിലവിൽ ആരും കയറിയിട്ട് കാണുന്നില്ല. എന്റെ മക്കളും ഞാനും വൈഫും കൂടിയാണ് ഇപ്പൊ ഈ പരിപാടി കണ്ടത്. അപ്പം മോൻ +2 ആണ്, ഒരാള് 9ാം ക്ലാസ്. ഒരാളിപ്പോ അടുത്തുണ്ട്. മകനാ, ഞാൻ കൊടുക്കാം. എന്താ പേര്? ഹേമന്ത്. ഹേമന്ത് +1 ആണോ? +2. ഏതാ, സയൻസ് ആണോ ആർട്സ് ആണോ, ഏതാണ്? കൊമേഴ്സ്? സയൻസ്. ഓക്കെ. എന്താ ഡ്രീം? വാട്ട്സ് യുവർ ഡ്രീം? അങ്ങനെയൊന്നുമില്ല. വെരി ഗുഡ്, കുഴപ്പമില്ല. ഈ ഞാൻ പറഞ്ഞ ക്ലാസ് കേട്ടിരുന്നോ? കേട്ടായിരുന്നു. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് തന്നെയല്ലേ? അതെ. എന്താണ് മോന് തോന്നുന്നത്? എന്താണ് ഈ ഒരു സൊല്യൂഷൻ? നിങ്ങളുടെ തലമുറ എന്ത് ചിന്തിക്കുന്നു അറിയാൻ വേണ്ടിയില്ല. അങ്ങനെയൊന്നും പറയാനില്ല. പഠിക്കാൻ നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ദിവസം? ഞാൻ കുറച്ചേ പഠിക്കില്ല, കുറച്ച് സമയം. അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം കുറയുന്നതാണോ, ശ്രദ്ധ കുറയുന്നതാണോ, എന്താ സംഭവിക്കണേ? ഞാൻ 10 വരെ മര്യാദക്ക് പഠിച്ചോണ്ടിരുന്ന. പിന്നെ എന്ത് പറ്റി? പിന്നെ +1 ആകുമ്പോഴേക്ക് ഒരു ഫോൺ മേടിച്ച്. പിന്നെ ചോദിക്കുന്നതുകൊണ്ട് നമ്മളിത് പ്രശ്നമൊന്നുമില്ല, നമ്മളെല്ലാം കുടുംബമായി കണ്ടാൽ മതി. എന്താണ് മോൻ അത് കൂടുതൽ കാണുന്നത്? ഗെയിമുകളാണ്? അങ്ങനെ ചോദിച്ചാല് പൈസ എങ്ങനെ ഉണ്ടാക്കാന്നല്ലേ. അത് നല്ല കാര്യമാണ്. അതിൽ എന്താണ് ഈ നോക്കുന്നത്? പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതിൽ യൂട്യൂബിൽ കാണോ, അല്ലെങ്കിൽ ഏത് മേഖലയിലാണ് മോൻ നോക്കുന്നത്? ഞാൻ ട്രേഡിങ്, ഡ്രോപ്പ് ഷിപ്പിങ്. അങ്ങനെ. അത് നോക്കുന്ന സമയത്ത് കൂടുതൽ സമയം അങ്ങോട്ട് എത്ര മണിക്കൂർ ഉണ്ടാവും ഒരു ദിവസം നോക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, പരീക്ഷയുടെ തലേന്ന് അങ്ങനെ 2 ദിവസം മുമ്പ് പഠിക്കലില്ലു. ബാക്കി അങ്ങനെ പഠിക്കുന്ന ശീലമില്ല? ഇല്ല, ഫോൺ മേടിച്ച പിന്നല്ലേ പോയി. അപ്പൊ പ്രശ്നം ഫോണാണ് മിനീഷ്. ഫോണിനെ കുറ്റം പറഞ്ഞല്ല, ആ ഫോണിലൂടെ ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാം കാണുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു മോനെ നിർബന്ധമായും അതിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് സിനിമ കണ്ടാലും ഒരു മേ ബി ഒരു ഗെയിം ആയാലും ഒക്കെ ബ്രെയിനിന്റെ ഡോപ്പമൈൻ ഫ്ലോ ഈസ് ചെയ്യും. ക്വാളിറ്റി മാത്രം വ്യത്യാസം ഉണ്ടാവും. അതിലേക്ക് നീ അട്രാക്ട് ചെയ്യപ്പെടും. അപ്പൊ നിന്റെ വിജയത്തിന് പറ്റുന്ന കാര്യത്തിലേക്ക് മാത്രം മാറ്റി വെക്കുക. ഏതായാലും എക്സാം സമയത്തെങ്കിലും അത് ഒഴിവാക്കുക. എന്തായാലും 3 ദിവസം പഠിച്ച പല ചോദ്യങ്ങൾ പരീക്ഷ കിട്ടാതിരിക്കില്ലേ? അന്നൊരു നിരാശയുണ്ടാവും. അത് വലിയ അപകടം. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴും ഓരോ പരീക്ഷയ്ക്ക് മുമ്പ് ചിന്തിക്കും, അടുത്ത പരീക്ഷ മറന്നു. ശരിയല്ലേ? പേരെന്താ? ഹേമന്ത്.
ഹേമന്ത് തുറന്ന് സംസാരിച്ചതിന് ഹേമന്തിന് വളരെ താങ്ക്സ് ഫ്രം ഞാനും. അതെ, ഹേമന്തിന് ചോദ്യം ഉത്തരവ് ഹേമന്തിന് അറിയാം. അതാണ് അതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അല്ല, ഹേമന്ത് വളരെ നിഷ്കളങ്കമായി പറഞ്ഞ ഉത്തരവാണ് ഈ മൊബൈൽ ഫോൺ. ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നൊമോഫോബിയ എന്നാണ് ഈ അസുഖത്തിന്റെ പേര്, ഡിജിറ്റൽ അഡിക്ഷൻ. അതിനൊറ്റ വഴിയുള്ളൂ, ഡിജിറ്റൽ ഡീറ്റോക്സ്. അതായത് അതിൽ നിന്ന് ക്രമേണ ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ കുറക്കുക. അതിന് 2 മിനിറ്റ്സ് ടെക്നിക്സ് എന്ന് പറയും. ഈവൻ 5 സെക്കൻഡ് ആയാലും മതി. മെൽ റോബിൻസിന്റെ ഒരു 5 സെക്കൻഡ് അതിൽ മാറിയിക്കുക, പിന്നെ 10 സെക്കൻഡ് ആവും. കൂട്ടി മാറി നിന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായ മറ്റൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം. അതായത് മാറി നിന്നിട്ട് വെറുതെ ഇരുന്നാൽ അപകടമാവും. യു ഡു സംതിങ് വിച്ച് ഈസ് വെരി പാഷനേറ്റിംഗ്, അതിലേക്കൊന്നും കൂടെ മാറുക. അങ്ങനെ നിങ്ങൾ ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോപ്പമൈൻ ഫ്ലോ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു വലിയ നദി ഒഴുകി വരുമ്പോൾ ഒരാൾ ഒരു സൈഡിലേക്ക് ചാല് കയറുന്നു, ഒരാൾ മറ്റൊരു സൈഡിൽ ചാല് കയറുന്നു. ചാല് കയറുന്ന പോലെ വെള്ളം പോകും, വെള്ളത്തിന് ഒരു റോഡും ഇല്ല. ദാറ്റ് ഈസ് ഡോപ്പമൈൻ. സോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ഭാവിയിലെ വലിയൊരു സമ്പന്നാവട്ടെ. ഇനി റോൾ മോഡൽ മാഷെ, ഇതിലിപ്പോ കേട്ട് നോക്കുമ്പോ യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ രക്ഷിതാക്കളാണ്. പലരും അഭിപ്രായം പറഞ്ഞ് കേട്ട് എല്ലാവരും പറഞ്ഞതിലും കാര്യം കുട്ടികൾക്ക് ഈ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്ത് രക്ഷിതാക്കളെയാണ് നമ്മൾ കുറ്റം പറയുന്നത്. അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ക്ലാസ് കിട്ടേണ്ടത്. കുട്ടികൾ നന്നായിട്ട് പഠിക്കാനും വളരാനും ഒക്കെ താല്പര്യമുള്ള കുട്ടികളാണ്. പുതുതലമുറയിലെ കുട്ടികൾ പ്രത്യേകിച്ച് വലിയ ആംബിഷനുള്ള കുട്ടികൾ തന്നെയാണ്. പക്ഷെ അവർക്ക് ഈ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്ത് ഒരു പൊങ്ങച്ചത്തിന് അയൽപക്കത്തെ വീട്ടിലെ കുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ട്, എൻ്റെ കുട്ടിക്കും ഒന്നില്ലാത്തതൊരു കുറച്ചിലാന്നുള്ള തോന്നല്. പിന്നെ ഇതങ്ങോട്ട് വാങ്ങിക്കൊടുത്തിട്ട് ഈ കുട്ടികളുടെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ശല്യം ഒഴിവാക്കിയിട്ട് അവരതിൽ നോക്കി അങ്ങ് ഇരുന്നോളൂല്ലോ എന്നുള്ള വിചാരത്തിൽ ഞാൻ ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ചന്ദ്രമാഷം കൊണ്ട് പോയതാണ്. ഒരു 3 വയസ്സുള്ള കുട്ടീൻ്റെ കയ്യിൽ ഒരു ഫോൺ കൊടുത്തിട്ട് അമ്മ വേറെ എവിടെയോ നോക്കി നിൽക്കുവാണ്. അപ്പൊ ആ ശല്യം ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ട് അവരെ വഷളാക്കുന്നത് ഈ രക്ഷിതാക്കളാണ്. അവർക്കാണ് യഥാർത്ഥത്തിൽ ക്ലാസ് കൊടുക്കേണ്ടത്. മാഷ ക്ലാസ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത്. അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു മാഷത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്ലാസ് കിട്ടേണ്ടത് രക്ഷിതാക്കൾക്കാണ്. അവരാണ് ഈ കുട്ടികളെ വഷളാക്കുന്നത്. ചെറിയൊരു തിരുത്തൽ കൂടിയുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ രീതിയിലേ ഒരു 4 വർഷം മുന്നേ നിർബന്ധമായിട്ടും മക്കൾക്ക് മൊബൈൽ ഫോൺ മേടിച്ചു കൊടുക്കണമെന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പൊ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ 5ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് അവർക്ക് നിർബന്ധമായിട്ടും മൊബൈൽ ഫോൺ ഇല്ലായിരുന്നെങ്കിൽ പഠിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അന്ന് അധ്യാപകർ നിർബന്ധിച്ച് മൊബൈൽ ഫോൺ മേടിച്ചു. ഞാൻ എന്റെ കെയർ ഓഫിൽ തന്നെ ഒരു 10-15 പേർക്ക് പൈസ ഇല്ലാത്ത ആളുകൾക്ക് മൊബൈൽ ഫോൺ പിരിവിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പൊങ്ങച്ചത്തിന്റെ ഭാഗമായിട്ട് മേടിച്ചു കൊടുത്തല്ല, കൊറോണ വന്ന സമയത്ത് നിർബന്ധിക്കപ്പെട്ട് ആ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിയ കുട്ടികളാണ്. പുതിയ കുട്ടികളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പഴയ അഭിലാഷ് പറഞ്ഞതിലേക്കൊന്ന് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യാം. പറഞ്ഞ കറക്റ്റാണ്. ആ സമയത്ത് കൊടുത്തിട്ട് അന്ന് മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നു, കുറച്ചാളെ ഏതൊക്കെ ട്രെയിനിങ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് അഡ്വാൻസ് ചെയ്തിരിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്, എസ്പെഷ്യലി നോർവേ, സ്പെയിൻ, ബെൽജിയം അവർ വരുന്നത്. അതിന് നോർവേയിൽ അവരുടെ നേരിട്ട് ട്രെയിനിങ് എനിക്ക് ഒരു 12 വർഷം മുമ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഇൻ ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ ഒരു വലിയൊരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഡൽഹി പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞിരുന്നു ഈ ഡിജിറ്റൽ ലേണിംഗ് ഈസ് മസ്റ്റ്. പക്ഷേ അന്ന് ഞാൻ അതിലത്തെ ഒരു കോച്ചോട്, ഒരു വലിയൊരു ഇന്റർനാഷണൽ കോച്ചോട് ഞാൻ സംസാരിച്ചു, സാർ ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ലൈഫ് ലേറ്റർ. പക്ഷെ കഴിഞ്ഞ 2-3 മാസമായി തോന്നുന്നു, അല്ലെങ്കിൽ ഒരു 5 മാസത്തിനുള്ളിൽ നോർവേ ഡിസിഷൻ എടുത്തു, വി വിൽ ബി അവേ ഫ്രം ഡിജിറ്റൽ ലേണിംഗ്. അവർ നിർത്തുകയും അവർ ബുക്സ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കാൻ എല്ലാം, ഈവൻ ഫിൻലാൻഡ് പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാ രാജ്യങ്ങളിലും പുസ്തകങ്ങളെ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഇന്ത്യ ഹാസ് ടു സ്റ്റാർട്ട്. നമ്മളത് ചെയ്തേ പറ്റും. കാരണം ഇതിൽ ഒരു നിശ്ചിത സമയങ്ങളിൽ വായനയിലേക്ക് വരണം. അതിനാണ് ഞങ്ങളുടെ 5 മണിക്കുള്ള പ്രോഗ്രാമൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ക്വസ്റ്റ്യൻസ്. അവിടെ അബ്ദുലേഷ് ഡീന ഷാജി ഒരു ഹാൻഡ് റൈസ് ഉണ്ട്, അതുകൊണ്ട് മാത്രമാണ് മാഡത്തിന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹലോ സാർ. യെസ് സാർ, എന്റെ പേര് അശ്വത് ആണ്. എന്താണ്? ഡീന ഷാജിയുടെ മോനാണ് അശ്വത്. ഞാനിപ്പോ ഡിഗ്രി പഠിക്കാണ്, BCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫൈനൽ ഇയർ ആണ്. സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. കുറച്ചും കൂടി പഠിക്കാൻ ഉള്ള ഒരു ഇത് തോന്നിയല്ലേ? ഓക്കെ. ഡ്രീം എന്താ? വാട്ട്സ് യുവർ ഡ്രീം? ഡ്രീം ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈനർ, അങ്ങനത്തെ ഒരു മേഖലയിലൊക്കെയാണ് നോക്കുന്നത്. എന്താ തോന്നുന്നത്? പഠനത്തിനൊക്കെ കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ടോ? അല്ല കമ്പ്യൂട്ടർ പഠനം എന്തെങ്കിലും ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ടോ? കുറച്ച് കുറവാണ്.
ഇപ്പൊ സോറി, നിങ്ങളുടെ ഈ ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനി പോലെ നിങ്ങൾ വേറെ എന്തൊക്കെ സംഭവം പഠിക്കുന്നുണ്ട്? ഇതെല്ലാം ആ മേഖലയെല്ലാം പഠിക്കുന്നു? ഇല്ല നമ്മള് AI അല്ല പഠിക്കുന്നത്. അല്ല, എയിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രൊഫഷണൽ വളരെ ഗുണം ചെയ്യും. കാരണം വിത്തിൻ നമ്മള് കൂടുതൽ സാധ്യതയിൽ മെഷീൻ തൊഴിൽ ഏറ്റവും ഇന്ന് പ്രതീക്ഷിക്കാവുന്ന ഗ്രാഫിക് ഡിസൈനിങ്ങിലെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ പോകുന്ന AI ആണ്. കാരണം സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാം ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. പഴയ സിനിമകളുടെ എൻഡിങ് ഒക്കെ മാറ്റിയിട്ടുള്ള AI കോഴ്സ് ഇഷ്ടംപോലെ വരാൻ തുടങ്ങി. നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് കമ്പ്യൂട്ടർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് യു ഹാവ് ടു തിങ്ക് ലൈക്ക് ദാറ്റ്, യു ഹാവ് ടു ഗോ ഇൻ ദാറ്റ്. ഓക്കെ സാർ. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സ്റ്റിൽ 86 വെയിറ്റിംഗ്. ഓക്കെ. അപ്പൊ ഏതായാലും 9:39 40 ഏതായാലും വളരെ സന്തോഷം. അതെ, ഒരുപാട് സന്തോഷം. കാരണം ഏകദേശം 200ഓളം ആളുകൾ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് കേൾക്കാൻ വേണ്ടി വന്നു. അതിന് സഹായിച്ച, അവർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത എല്ലാവരുള്ള നന്ദി നമ്മൾ അറിയിക്കുകയാണ്. ഇതേപോലുള്ള പ്രോഗ്രാമുകൾ ഇനിയും ഉണ്ടാവും. നമുക്ക് മാഷയുടെ സമയം നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം ഫിക്സ് ചെയ്യുക. ഒരു ദിവസം പേരന്റിങ്, അതേപോലെ വേറൊരു ദിവസം ഡിജിറ്റൽ ഡീറ്റോക്സ്. മാഷ് പറഞ്ഞ വാക്ക് ഞാൻ മാഷോട് റിക്വസ്റ്റ് ചെയ്തപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ തരുവാണ്. കാരണം ഇമ്പാക്ട് ഓഫ് സോഷ്യൽ മീഡിയ എന്നല്ല, ഇമ്പാക്ട് ഓഫ് മൊബൈൽ ഫോണോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പലർക്കും പേരൻസിന് അറിവില്ലായ്മ കൊണ്ട് അവരെ ചേഞ്ച് ചെയ്യാണ് അറിയാതെ. അതിനൊരു തിരിച്ചുവരവ് ഉണ്ടാക്കി കൊടുക്കാൻ നേരത്തെ പുരുഷോത്തമൻ സാർ പറഞ്ഞതുപോലെ പേരൻസിന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ ഞാൻ അടങ്ങുന്ന, പുറത്തുള്ള ഒരാൾ എന്നല്ല, ഞാൻ അടങ്ങുന്ന പേരൻസിന് ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാൻ ഈ ഒരു സെഷൻ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും മഹത്തരം. എല്ലാവർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ, അതുപോലെ തന്നെ മോർണിംഗ് സെഷൻസ് പുതിയ ആൾക്കാരുടെ ഉണ്ടോ? എല്ലാവരുടെയും മക്കൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ വിജയാശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത പ്രോഗ്രാം വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.